നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആദരണീയനായിട്ടുള്ള മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ ആത്മീയ ആചാര്യൻ, വക്കീല്, ജേർണലിസ്റ്റ്, ടെക്നിക്കൽ എക്സ്പേർട്ട് തുടങ്ങി അനേകം ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ TP ശശികുമാർ സർ. നമസ്കാരം സർ, സ്വാഗതം. നമസ്കാരം ലക്ഷ്മി. സർ, അങ്ങ് ഒരുപാട് ആത്മീയ ആചാര്യന്മാർക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനും അതുപോലെ തന്നെ ഒരു ശാസ്ത്രജ്ഞനുമാണ്. അതും അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ലിക്വിഡ് മെക്കാനിക്സില് PhD ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ. അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ആത്മീയ വിവരണം തന്നെയാണ്. കാരണം അങ്ങ് ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ്. കേരളത്തിലെ അടുത്തയിടെയായിട്ട് ആദരണീയനായിട്ടുള്ള, നമ്മളെല്ലാം ഈശ്വര തുല്യനായിട്ട് കരുതുന്ന ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം ഹിന്ദു അല്ല എന്ന് പോലും വ്യാഖ്യാനിക്കുന്ന ചില ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അങ്ങയോട് ചോദിക്കാനുള്ളത്, ഏതർത്ഥത്തിലാണ് ഇത്തരം ഹിന്ദു വിരുദ്ധർ ശ്രീനാരായണ ഗുരുദേവൻ, അതായത് ഗുരു പരമ്പരയുടെ ഭാഗമായിട്ടുള്ള, നമ്മുടെ സനാതന ധർമ്മത്തിൽ ഗുരു പരമ്പരയുടെ ഭാഗമായിട്ടുള്ള ജാതി മത ചിന്തകൾക്ക് അതീതനായിട്ടുള്ള ഗുരുദേവനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്? ഇത് ഹിന്ദു വിരുദ്ധതയാണോ അതോ ഗുരുവിരുദ്ധതയാണോ? ഞാൻ കേൾക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ ലക്ഷ്മിയോട് ചോദിക്കണത്. എനിക്ക് തോന്നുന്നു ആനുകാലികമായിട്ടുള്ള ചില സംഭാഷണങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ ശ്രദ്ധ തീരെ കൊടുക്കാത്ത ഒരാളായതുകൊണ്ട് ചിലപ്പം എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാനിപ്പോ ലക്ഷ്മി പറയുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് കേൾക്കണത്. സത്യം പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്താണ്, PhD ചെയ്യുന്ന കാലത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാലത്തോ സയന്റിസ്റ്റ് ആയിരിക്കുന്ന കാലത്തോ ഒന്നും അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു വ്യക്തിത്വമാണ് ശരിക്കും പറഞ്ഞാല് ശ്രീനാരായണ ഗുരു. പക്ഷെ ഞാൻ ഡൽഹിയിലുള്ള കാലത്ത് ബാക്കി പല പ്രഭാഷണങ്ങളും, ഭഗവത്ഗീതയും അത്തരം ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ മാത്രം, വ്യക്തിഗതമല്ലാത്ത പൗരാണികമായിട്ടുള്ള ഇതിഹാസ പുരാണങ്ങളിൽ മാത്രം പ്രഭാഷണം നടത്തുന്ന എന്നെ ഏറ്റവും കൂടുതൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ ചതയദിനവും ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ പ്രോഗ്രാമിനാണ്. ആ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും പഠിക്കണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ എനിക്കുണ്ടായ ഒരു ഭാഗ്യം, ഞാൻ കഴിഞ്ഞ ഏതൊരു ഡിസ്കഷനിൽ പറയുണ്ടായി, കൊട്ടാരത്തിൽ നരേന്ദ്രൻ എന്ന ഒരു ജേർണലിസ്റ്റ് എൻ്റെ കൂടെ താമസിച്ച് എൻ്റെ ഒരു എഴുത്തുകാരനായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് തന്നെ, അദ്ദേഹം നടത്തുന്ന ഒരു മാഗസീൻ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ആ മാഗസീന്റെ പേര് വയൽവാരം എന്നായിരുന്നു. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഇത് വയൽവാരം എന്ന് പേരിട്ടത്. അപ്പൊ എനിക്ക് അത്രയേ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അന്നും ഇന്നും അറിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ കൂടെ, കൊട്ടാരത്തിൽ നരേന്ദ്രന്റെ കൂടെ താമസിക്കാൻ പറ്റി എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിനെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകള്, അദ്ദേഹത്തിന്റെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഗുരുദേവന്റെ കവിതകളുടെ വ്യാഖ്യാനങ്ങള്, തമിഴ് പിന്നെ സംസ്കൃതം നന്നായിട്ട് അറിയില്ല കൊട്ടാരത്തിൽ നരേന്ദ്രന്. അത് കഴിഞ്ഞിട്ടാണ് ആ പ്രഭാഷണങ്ങൾക്ക് പോകുന്ന സമയത്തും ഗുരുവിനെ നന്നായിട്ട് അറിയാൻ, ഒരു ലോക ഗുരുവായി, ഒരു ഗുരുദേവനായി, അല്ലെങ്കിൽ ഒരു മഹാഗുരുവായി, ഒരു ആത്മീയ ആചാര്യനായി, ഞാൻ ഉപയോഗിക്കാത്ത വാക്കിപ്പം പല ജനങ്ങൾക്കും കോൺട്രവേഴ്സ്യൽ ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. കാരണം ഞാൻ ഗുരുദേവനെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടൊന്നും കാണില്ല. ഞാൻ കാണുന്നത് ഒരു കവിയായിട്ടും ഒരു ആത്മീയ പുരുഷനായിട്ടും ഒരു ബ്രഹ്മസ്വരൂപം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും ഒക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് NSSകാർ മനസ്സിലാക്കിയത് ഞാൻ നമ്പ്യാരാണെന്നും അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പൊ ആദ്യം എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയും ജന്മദിനങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിലും ഒക്കെ ആയിരുന്നു. ഡൽഹി ആർക്കും എന്നെ അറിയില്ല. അങ്ങനെയാണ് പിന്നെ NSSന്റെ പ്രോഗ്രാമുകളിൽ ഞാൻ പോകുന്നത്. അവിടെയും
ഈ പഠിച്ച പാഠങ്ങൾ പറയുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോ വെള്ളിയാഴ്ച ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞിട്ട് ശനിയാഴ്ച NSSന്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ തൊടാതെ പോവാറില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് കൊട്ടാരത്തിൽ നടന്നെ വിട്ടു പോകാൻ പറ്റില്ല. ആ ഒരു ബന്ധം എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. എല്ലായിടത്തും ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുന്ന സമയത്തും അല്ലെങ്കിൽ പല NSS പരിപാടികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ശ്രീനാരായണ ഗുരുവിനെ പോലെ നമ്മൾ എടുത്തു കാട്ടാൻ ശ്രദ്ധിക്കാത്ത ഒരു സ്വാമിജിയാണ് ചട്ടമ്പി സ്വാമികള്. അയ്യാസ്വാമിയുടെ 2 പ്രഗത്ഭ ശിഷ്യന്മാരിൽ 2 പേരും ഗണങ്ങളിൽ ആര് മുന്നില് എന്ന് പറയാൻ പറ്റാത്തത്രയും സഹോദര സ്നേഹവും ഗുരുശിഷ്യ സ്നേഹവും ജന്മം കൊണ്ട് തൊട്ടടുത്ത ബന്ധുക്കളായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരും മരണത്തിന് തൊട്ടു മുമ്പ് പോലും അന്യോന്യം അവനവൻ കൊടുത്തിട്ടുള്ള മരുന്നോ ഭക്ഷണമോ താമസമോ സ്ഥലമോ ഒക്കെ ഓഫർ ചെയ്യുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള 2 പേർക്കും ആരോടാണ് ബഹുമാനം, ആരെയാണ് പഠിപ്പിച്ചതെന്നും ഒന്നൊന്നും പറയാൻ വയ്യ. പലരും അതിനൊക്കെ കുറിച്ചൊക്കെ കുറേ വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആരെങ്കിലും ശ്രീനാരായണ ഗുരു ഹിന്ദു അല്ല എന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ ഹിന്ദു അല്ല എന്ന് പറയേണ്ടി വരും. സ്വാമി വിവേകാനന്ദൻ ഹിന്ദു അല്ല എന്ന് പറയേണ്ടി വരും. മഹാത്മാഗാന്ധി ഹിന്ദു അല്ല എന്ന് പറയേണ്ടി വരും. അയ്യസ്വാമി എന്ന് പറയുന്ന ഒരാള് ഹിന്ദുവേ അല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ തപ്പി നോക്കേണ്ടി വരും എവിടെയാണ് ഹിന്ദു, ആരാണ് ഹിന്ദു എന്നുള്ളത്. അപ്പൊ അതുപോലെ എന്റെ അറിവ് ശരിയാണെങ്കിൽ അയ്യാസ്വാമിയുടെ മറ്റൊരു ശിഷ്യനായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്നാണ് എന്റെ അറിവ്. അയ്യങ്കാളി ഡയറക്റ്റ് ആയിട്ടുള്ള 2 ശിഷ്യന്മാരാണ് പ്രസിദ്ധമായിട്ടുള്ളവർ. അയ്യങ്കാളിയൊക്കെ പിന്നെ വന്നുപെട്ടിട്ടുള്ള അവരുടെയൊക്കെ ജീവൻ ഞാൻ ഒരു പണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സ്വഭാവം ഉള്ളത്, പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം എക്സൽ ഷീറ്റ് ആയിട്ടാണ് സൂക്ഷിക്കുക. അപ്പൊ എക്സൽ ഷീറ്റ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് ഓരോരാളും എത്ര കൊല്ലം മറ്റവരുടെ കൂടെ താമസിച്ചിരുന്നു. അതൊരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഷീറ്റാണ്. ലോക ചരിത്രം ഫുൾ ഞാൻ അങ്ങനെ പഠിപ്പിക്കാം. ഇപ്പൊ സിവിൽ സർവീസിനൊക്കെ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് നമ്മുടെ മുമ്പിൽ ദൃഷ്ടി പോലെ കാണണം. അപ്പൊ അത് ആദ്യകാലത്തൊക്കെ ഒരു ചാർട്ടായിട്ട് വരച്ചിട്ടാണ് ചെയ്യുക. പിന്നെ ചെയ്തിരുന്നത് ഇതൊക്കെ എക്സൽ ഷീറ്റ് ആയിട്ട് മാറ്റാണ്. ഇപ്പൊ ഞാൻ ലക്ഷ്മി പറയുന്ന സമയത്ത് ഞാൻ അത്ര ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആ ബുക്ക് എന്റെ മുമ്പിൽ ഒരു ധൈര്യത്തിന് വെച്ചിട്ടായിരിക്കുന്നത്. അപ്പൊ അതിനകത്തെ ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാല് കൃത്യമായിട്ടൊരു ലൈൻ വരക്കും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഈ 2 വ്യക്തികൾ മാത്രമേ പ്രസിദ്ധമായിട്ട് ശിഷ്യന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 2 പേരും തമിഴ് നല്ലപോലെ, ഈ അയ്യാസ്വാമി മലബാറുകാരനായിരുന്നെങ്കിലും ബാക്കി എല്ലാ പഠനങ്ങളും റൈറ്റിങ്ങും ഒക്കെ തമിഴിലാണ്. ഈ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയൊക്കെ ഗുണം എന്താ വെച്ചാൽ അവർ തമിഴ് വളരെ സുലളിതമായി സുലഭമായി, അത് ഏറ്റവും രസകരമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കവി എന്നുള്ള നിലയിൽ ഞാൻ പറയാറുള്ളത്, അന്നൊക്കെ മലയാളവും തമിഴും തമ്മിൽ ലിപികളിൽ പോലും വ്യത്യാസം ഉണ്ടാത്ത വിധത്തില് അന്യോന്യം കൂട്ടിച്ചേർത്തിട്ടൊക്കെ എഴുതുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് എന്റെ വീട്ടിലേക്കുള്ള ഓല പുസ്തകത്തിൽ ഞാൻ തമിഴ് പഠിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. പകുതി തമിഴും പകുതി മലയാളവും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് തമിഴ് പഠിച്ച ആളാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ എഴുതുമ്പോഴും വായിക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ ഇത് രണ്ടും മാറ്റി മാറ്റി ഉപയോഗിച്ചു പോകും. അങ്ങനെ കുറേ തമിഴ് വാക്കുകൾ മലയാളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് തമിഴ് എളുപ്പം മനസ്സിലാവും. പക്ഷേ സ്വാമിജിയുടെ ഗുരുദേവന്റെ ഒരു തമിഴ് കവിതകളിലും മലയാളത്തിന്റെ ഒരു അംശമില്ല. അതുപോലെ മലയാളത്തിലെ ഒരു കവിതകളിലും സംസ്കൃതത്തിന്റെയോ തമിഴിന്റെയോ അംശങ്ങളില്ല എന്നുള്ളതാണ്. അപ്പൊ പച്ചയായ മലയാളത്തിൽ, അതുകൊണ്ട് തന്നെ മലയാളം വായിക്കുന്നവർക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. ഗുരുദേവന്റെ കവിതകൾ എനിക്ക് തോന്നുന്നു ശരിക്കും വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃതത്തിന്റെ ചൊവ ഇല്ലാത്ത മലയാളം പഠിച്ചിട്ടുള്ള ആളാണ്. അത് വളരെ കുറവാണ്. നമ്മളൊക്കെ സംസ്കൃതത്തിന്റെയോ ബാക്കി ഭാഷകളുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ മലയാളം പഠിച്ചിട്ടുള്ളവരാണ്. ബാക്കി കവിതകളൊക്കെ അങ്ങനെ എഴുതപ്പെട്ടതുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ വന്നു ചേർന്നിട്ടുള്ള മലയാള ഭാഷകള് സംസ്കൃതം നല്ലപോലെ കൂടിക്കലർന്നിട്ട്. പക്ഷെ ഗുരുദേവന്റെ കവിതകളിൽ സംസ്കൃതം എഴുതുമ്പോൾ സംസ്കൃതവും തമിഴ് എഴുതുമ്പോൾ തമിഴും, ഞാൻ പലപ്പോഴും എവിടെയോ 1-2 പ്രഭാഷണങ്ങളിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ടാഗോറിന് കിട്ടേണ്ട നോബൽ സമ്മാനം ഗുരുദേവൻ കേരളത്തിന് വെളിയിലായിരുന്നെങ്കിൽ
ശ്രീനാരായണ ഗുരുവിനായിരുന്നു വളരെ ഒരു ശരിയാണ്. അറിവ്. വളരെ അത് ഇത്രയും പ്രഗത്ഭമായ ആഴങ്ങളിലേക്ക് ചേർന്നിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുള്ള ടാഗോറിനെ കുറിച്ച് പറയാനല്ല. ടാഗോറിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പാശ്ചാത്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിൽ എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് ടാഗോറിന്റെ മേന്മ. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു 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 പോരായ്മ എന്താ വെച്ചാൽ ചിലപ്പം അത്രയും പോപ്പുലറൈസ് ചെയ്യാൻ, അത്രയും പരിഭാഷപ്പെടുത്താൻ, മറ്റു ഭാഷകളിലേക്ക് എത്തിക്കാൻ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതുണ്ടായി. രണ്ടാമത്, നമ്മൾ ആധ്യാത്മിക രംഗത്തെ മഹാഗുരുക്കന്മാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഗുരുദേവന്റെ സമയം വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി, അതൊന്നും ഫലം കണ്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടം. അവസാന കാലം ആർ ശങ്കറിന്റെ കാലത്ത് പോലും ഹിന്ദുവിനെ ഒന്നിപ്പിക്കാനും SNDPയും NSSും എന്ന് പറയുന്ന രണ്ട് ചേരിതിരിവ്, കിഴക്കും പടിഞ്ഞാറുമായിട്ടിരിക്കുന്ന രണ്ട് മഹാന്മാരെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നപ്പോ അതൊക്കെ പാഴായി പോയത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ശിഷ്യന്മാർ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും കൈകോർത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിന്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ, സ്പിരിച്വൽ, റിലീജിയസ്, എന്ത് കൾച്ചറൽ, എന്തൊക്കെ പേരുകൾ പറയാം, എക്കണോമിക്, ഇൻഡസ്ട്രിയൽ, കാരണം ഇതിലൊക്കെ മേന്മ നേടാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്താൻ സാധിച്ചത്. അപ്പൊ അത്രയും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള, അതില് പലപ്പോഴും എനിക്ക് തോന്നുന്നു അവര് തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ജന്മം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, എന്തിനാ ഇൻഡസ്ട്രിയൽ എക്സിബിഷനും? ആദ്യമായിട്ട് ലോകത്തിൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ നടത്തിയിട്ടുള്ള വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. എന്തിനാ ഈ പണിക്കൊക്കെ പോകണം? നമ്മള് ബ്രഹ്മസങ്കല്പമൊക്കെ പറഞ്ഞു നടക്കേണ്ട സ്വാമിമാരല്ലേ എന്ന് പറയുന്ന സമയത്ത് സ്വാമിമാരുടെ സാമൂഹിക പ്രതിബദ്ധത എന്താണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു മഹാഗുരുവായിരുന്നു. അത് കേസരി പട്ടമോ അല്ലെങ്കിൽ പത്മഭൂഷണോ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു NSSന്റെ കോളേജുകളിലും എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ശ്രീനാരായണ ഗുരു ട്രസ്റ്റിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. എന്ന് വെച്ചാൽ ആ മാനേജ്മെന്റിനെ പ്രതിനിധീകരിക്കുന്ന കോളേജിലെ ചീഫ് ആയിട്ടിരിക്കാൻ എനിക്ക് 2 വർഷം സാധിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് SN കോളേജ് കണ്ണൂരിലാണ് തുടങ്ങിയത് എന്റെ ഗ്രാജുവേഷൻ. അപ്പൊ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറെ പ്രഭാഷണങ്ങൾ മന്നത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആധ്യാത്മികമായ ഒരു മുന്നോക്കം ഇല്ലാതെ പോയതാണ് ചിലപ്പോ ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി അതില്ല എന്ന് പറയുമ്പോൾ പരിതപിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ അത് വലിയൊരു ആദ്യമായിട്ട് കേട്ടതായതുകൊണ്ട് എനിക്ക് ഞാൻ വല്ലാതെ അമ്പരന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആരാണിത് പറയുന്നത് എന്നാണ് എനിക്കറിയാത്തത്. ചിലപ്പോ വളരെ വിചിത്രമായിട്ടുള്ള, നമ്മുടെ കേരളത്തിൽ മാത്രം BA പാസ്സാവാത്തവർക്ക് MA പാസ്സാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് മേഖലയിലുള്ളത് വാർത്തകളാകുന്ന ഒരു കാലത്താണ്. അതുപോലെ തന്നെ വളരെയധികം വിഡിത്തങ്ങൾ ഒക്കെ എഴുതിയവർക്ക് PhD കിട്ടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മുടെ വാർത്തകൾ വരുന്ന ഒരു കാലത്ത് തന്നെ കേരളത്തിൽ നിന്ന് ഒരു ഡോക്ടറേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു വ്യക്തി ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരവസ്ഥ. അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുണ്ടായിട്ടുള്ള അപജയങ്ങളെ സനാതന ധർമ്മത്തിന്റെ പുറത്ത് കെട്ടിവെച്ചിട്ട് അതിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഗുരുദേവനെ അതിന്റെ ഭാഗമാക്കാതെ നോക്കുക എന്നുള്ളതാണ്. അങ്ങ് കേട്ടിട്ടില്ല എന്നുള്ളത് അങ്ങ് വളരെയധികം വലിയ കാര്യങ്ങളിലും മുഴുകിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം ഇത് നിരന്തരം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തി ഇത്തരത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ഞാനൊരു വീഡിയോ കാണാൻ ഇടയായി. അതിൽ പറയുന്നത് ഗുരുദേവൻ ശിവനെ കുറിച്ച് എഴുതിയത് കൊണ്ട് ഗുരുദേവൻ അങ്ങ് ഹിന്ദു ആകുമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങേപോലെ ഉള്ള ഒരു വ്യക്തി, ഇത്രയും വലിയൊരു മഹത് വ്യക്തി ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരികയാണ്, ഇതുപോലെയായിരുന്നു നമ്മുടെ ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ സാറും പറഞ്ഞിരുന്നത്. അദ്ദേഹവും
ഗുരുദേവനെ പരിചയപ്പെട്ടതിന് ശേഷം ഏത് സദസ്സിൽ പോയാലും ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ കരുതിയിരുന്നത് അദ്ദേഹം ആ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, അങ്ങ് നായർ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഗുരു പരമ്പരയെ വിശ്വസിക്കുന്ന, അതിനെ ആദരിക്കുന്ന എല്ലാവർക്കും ഗുരുക്കന്മാർ ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും അത് മഹത് ഗുരുക്കൾ തന്നെയാണ്. അത് അങ്ങ് വ്യക്തമാക്കി തരികയാണ് ഇപ്പൊ ഞങ്ങൾക്ക്. അങ്ങയുടെ ഓരോ വരികളിൽ കൂടിയും ആ ഒരു അനുഭവം, ഗുരു എന്നുള്ള അനുഭവത്തിനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സത്യമല്ലേ അത്? അങ്ങയുടെ മനസ്സിലെ ഗുരു എന്ന് പറയുന്ന തത്വമാണ് ഞങ്ങൾക്ക് അങ്ങ് മനസ്സിലാക്കി തരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു വാക്കുകൾ വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. ഗുരുദേവൻ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ ആൾക്കാർക്ക് സന്യാസ ദീക്ഷ കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോ ഇതിന്റെയൊക്കെ പൊരുള് എന്ന് പറയുന്നത് ന്യാസം എന്ന വാക്കാണ്. ആ ന്യാസം എന്നുള്ള മലയാള പദം അല്ലെങ്കിൽ സംസ്കൃത പദം അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഒരു പ്രതിജ്ഞയെടുത്ത് ഒരു തരം ചട്ടവട്ടങ്ങളോടുകൂടി ഒരു യോഗ സിദ്ധാന്തത്തിന്റെ ഭാഗമായി, ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി, ഒരു സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി ആത്മീയതയുടെ പൊരുളറിഞ്ഞ് ജീവിക്കുന്ന ഒരു അവസ്ഥയെയാണ് ന്യാസം എന്ന് പറയാം. അതിൽ ഏറ്റവും നല്ല ന്യാസത്തിലെത്തുന്ന ആൾക്കാരാണ് സന്യാസം. സ എന്ന് ചേർക്കുമ്പോൾ നന്മയാണ്. അത് വളരെ എളുപ്പം മനസ്സിലാവണമെങ്കിൽ വി എന്ന വാക്കിനും ഗുണം എന്നാണ് അർത്ഥമുള്ളത്. നമ്മൾ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ നിർത്തുക എന്നർത്ഥം. വാക്കുകൾ പഠിക്കാൻ ഇത് ഏറ്റവും നല്ലത്. ഞാൻ ഒരു ലിംഗ്വിസ്റ്റിക് അധ്യാപകനല്ലെങ്കിലും ലാംഗ്വേജിനോട് വളരെ ആഭിമുഖ്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. അത് നല്ല ക്രമത്തിൽ എഴുതുമ്പോഴാണ് ഉപന്യാസമാവുന്നത്. അതാണ് ഉപന്യാസം എഴുതുക എന്നുള്ളതിന്റെ അർത്ഥം തന്നെ. ഈ ക്രമത്തിൽ എഴുതുമ്പോഴേ ഉപന്യാസമാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എഴുതിയാൽ അതിന് ഉപന്യാസത്തിന് മത്സരിക്കുമ്പോൾ അങ്ങനെ എഴുതിയ മാർക്ക് കിട്ടില്ല. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ചില ന്യാസമുണ്ട്, അതിന് തോന്യാസം എന്നാ പറയാ. തോന്യാസം മാത്രം അറിയുന്നവർക്ക് വിന്യാസം അറിയില്ല, സന്യാസം അറിയില്ല, ഉപന്യാസം അറിയില്ല. ഇതൊന്നും അറിയാത്തവർക്ക് മാത്രമുള്ളതാണ് തോന്യാസം. അങ്ങനെ തോന്യാസം ഉണ്ടാവുമ്പോഴേ ബാക്കിയുള്ളതിനൊക്കെ ഗുണവും നന്മയൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരു വാലി ഉണ്ടാവുമ്പോഴല്ലേ മൗണ്ടന് അതിന്റെ വലിപ്പം കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയിട്ട് ഇന്നലെ സെപ്റ്റംബർ 11 ഇന്നലെ ആയിരുന്നു അതിന്റെ, ഞാൻ എല്ലാ വർഷവും എനിക്ക് പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഈ വർഷം ഉണ്ടായിട്ടില്ല. ആ ജന്മത്തിനെ കുറിച്ചും എത്രയോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അദ്ദേഹം ദീക്ഷ കൊടുത്ത സമയത്ത് ഇയാൾക്ക് എന്ത് ദീക്ഷ കൊടുക്കാൻ അധികാരം എന്ന് ചോദിച്ചിട്ടുള്ള എത്രയോ വ്യക്തികളുണ്ട്. അപ്പൊ ഇത് സർവ്വസാധാരണമാണ്. ശ്രീകൃഷ്ണന്റെ കാലത്ത് ശ്രീകൃഷ്ണനെതിരെയും കുറെ പേരുണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വികാരം പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അത്രയധികം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സന്യാസി എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള നിർവചനം അങ്ങ് പറഞ്ഞു. ന്യാസത്തെ കുറിച്ച് ഇത്രയധികം അറിയില്ലായിരുന്നു. സമ്യക്കാകും വിധം ന്യസിച്ചിട്ട് വിടുന്ന ഒരു ഇതാണ് സന്യാസം എന്നുള്ളതൊക്കെ കേട്ടു. പക്ഷെ ഇത്ര വിശദമായിട്ട് ഉപന്യാസം, സന്യാസം തുടങ്ങിയിട്ടുള്ളതിനെ വിശദീകരിച്ചപ്പോ അങ്ങ് തന്നെ ഇതിനുള്ള ഉത്തരം തന്നു. കാരണം ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സന്യാസിയെ കുറിച്ച്, തോന്നിയവാസം പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് കൂടുതലൊന്നും ചോദിക്കേണ്ട എന്നുള്ളൊരു വാണിംഗം കൂടെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നി പോകുന്നത്. അങ്ങ് വളരെ ശരിയാണ് പറഞ്ഞത്. അതായത് അങ്ങ് പറഞ്ഞില്ലേ, അത് ഗുണമാണ്, മഹത്വം, ഒരു മൗണ്ടന്റെ മഹത്വം അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വേണം എന്ന് പറഞ്ഞത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ചതയദിന ആഘോഷം ആദ്യമായിട്ട് യോഗക്ഷേമ സഭ നടത്തിയിരിക്കുന്നു. അതില് ഗുരുദേവനെ കുറിച്ചിട്ട് ഗുരുവും ജഗദ്ഗുരുവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ അറിയുന്ന ഒരു സംഘടനയിൽപ്പെട്ട മഹത്തായ ഒരു വ്യക്തിയാണ് നടത്തിയത്. അത് കാണാനിടയായി. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇങ്ങനെ കുപ്രചരണങ്ങൾ നടക്കുമ്പോഴാണ് മഹത്വപ്പെടുത്തുന്നത് എന്ന് അങ്ങ് പറഞ്ഞ മാതിരി സത്യമാകുന്ന ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇനി ചോദിക്കാനുള്ളത് അങ്ങയോട്, അങ്ങയുടെ ഗുരു അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. ഗുരുദേവനെ, കാരണം അങ്ങേ പോലെ ഒരു ആത്മീയ ആചാര്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സന്യാസി
സമൂഹത്തോട് കാണിക്കേണ്ട ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത്. അങ്ങയെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് ഈ സമൂഹത്തിനോട് കാണിക്കുന്നതെന്ന് ഞങ്ങളിപ്പോൾ കാണുകയാണ്. സന്യാസി എന്നുള്ള ഒരു വിശേഷണം ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു വ്യക്തിയായി തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിബദ്ധതയെക്കുറിച്ച് സന്യാസി എന്ന നിലയ്ക്ക് സമൂഹത്തിനോട് ഇന്നത്തെ സന്യാസിമാർക്ക് ഉണ്ടാകേണ്ട സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് കൂടി ഒന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതേ ഒരു നല്ല രസകരമായ ചോദ്യമാണ് ലക്ഷ്മിജി ചോദിച്ചത്. കാരണം എന്താ വെച്ചാല് ഈ കൊട്ടാരത്തിൽ നരേന്ദ്രൻ ഞാൻ ഡൽഹി വിട്ടതിന് ശേഷം രണ്ടാമതും ഉഴപ്പാൻ തുടങ്ങി. നല്ലപോലെ കള്ളുകുടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ കാലത്തുണ്ടായിരുന്ന സമയത്ത്, എന്റെ കൂടെയുള്ള സമയത്ത് പൂർണ്ണമായിട്ടും തണ്ണിയടി നിർത്തിയ വ്യക്തിയാണ്. അത് എന്റെ ഒരു സ്വഭാവം അങ്ങനെയായി മാറ്റിയതാണ് ഞാനത്. പക്ഷെ ഞാൻ വിട്ടു വന്നതും പിന്നെയും തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ കൂടെ വന്നോട്ടെ. അപ്പൊ എനിക്ക് ഇരിങ്ങാലക്കുടയിലെ വീട്ടില് താമസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത് പൊളിച്ച് പണിയുന്ന സമയമാണ്. പഴയ വീട് മോഡിഫൈ ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പൊ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രം, ലക്ഷ്മി കുമാരി അമ്മയുടെ സ്ഥലം. അവിടെ ഞാൻ കൊട്ടാരത്തിൽ നരേന്ദ്രനെ പാർപ്പിച്ചു. അതിനെന്താണ് ചെലവ് വെച്ചാൽ ഞാൻ തന്നോളാം. ലക്ഷ്മി അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടെങ്കിൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ കൊട്ടാരത്തിൽ നരേന്ദ്രൻ അസലാണ്. അങ്ങനെ 1.5 വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി തുടങ്ങിയിട്ടുള്ള ഒരു മാഗസീനാണ് ഒരു ഗുരുസാഗരം എന്ന് പറഞ്ഞിട്ടുള്ള മാഗസീൻ. അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഗുരു എന്നുള്ള വാക്കിന്റെ പ്രത്യേകത. 2, OV വിജയന്റെ ഗുരുസാഗരം എന്നുള്ളതിന്റെ ഒരു അർത്ഥം. പിന്നെ കൊട്ടാരത്തിൽ നരേന്ദ്രനോടുള്ള ഈ പഠനത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള സന്യാസിമാരുടെ സാമൂഹ്യ പ്രതിബദ്ധത. ഓരോ സ്ഥലത്തും സന്യാസിമാരുടെ അടുത്ത് പോയിട്ട് അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ എന്തിനാണ് ഈ സ്ഥാപനം കൊണ്ടു നടത്തുന്നത്? എല്ലാവരും അവരവരുടെ ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നു, കുറെ സന്യാസിമാരുണ്ടാവും. എനിക്ക് ഇത്രയും കൂടുതലുള്ള വേറെ ആരും ഉണ്ടാവില്ല. ഇത് കാശ് പിരിക്കാനാണോ, അല്ല എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഞാനിപ്പോ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് എനിക്കൊരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഉണ്ടാവണം. എന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഞാൻ എപ്പോഴോ പഠിച്ചു വെച്ച് എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ എവിടെയെങ്കിലൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ പേജ് തുറക്കും, അതിനെക്കുറിച്ച് നോക്കിയിട്ടോ നോക്കാതെയോ എങ്ങനെയായാലും. അപ്പോ ജാതി, മത, സമൂഹ, ആധ്യാത്മിക, സാമ്പത്തിക ഏതൊക്കെ തുറകളിൽ സന്യാസിമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ടോ? കാരണം എല്ലാ രാജാക്കന്മാരുടെയും അഡ്വൈസേഴ്സ് മഹർഷിമാരും ഋഷിമാരും മുനിമാരും ഗുരുക്കന്മാരും ഒക്കെ ആയിരുന്നു. അപ്പൊ അത്തരം ഒരു ട്രഡീഷനിലാണ് നമ്മൾ വരുന്നത്. ആ ട്രഡീഷനിൽ സന്യാസിമാർക്ക് ഇന്ന് എന്താണ് പ്രസക്തി? ഇന്ന് എന്തിനാ ഇങ്ങനെ? ഞാൻ കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ദിവസം അർദ്ധരാത്രി 2 മണിക്കെങ്ങാണ്ട് ആ ട്രെയിൻ, ഞാൻ 12 മണിക്കാണ് എത്തിയത്. സന്യാസ വേഷധാരിയായ ഒരാള്, വേറെ ആരുമില്ല കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇന്നത്തെ തിരക്കൊന്നും ഇല്ലാത്ത കാലമാണ്, കുറെ കൊല്ലം മുമ്പ്, 10-14 വർഷം മുമ്പാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന്? ഒരു സന്യാസ വേഷധാരിയോട് നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത് തെറ്റല്ലേ? കണ്ട അറിയില്ലേ സന്യാസിയാണെന്ന്? അയാളും അതേപോലെ പ്രതികരിച്ചത്, കണ്ട അറിയില്ലേ സന്യാസിയാണെന്ന്. അപ്പൊ ഞാൻ ഒന്നും അറിയാത്ത ആളെ പോലെ ചോദിച്ചു, ഈ സന്യാസിമാരെന്താ ചെയ്യുക? കാരണം ഈ ഗുരുസാഗരം നടത്തുന്ന കാലാണ്. അപ്പൊ സന്യാസിമാരെന്താ ചെയ്യാന്ന് നമുക്ക് അറിയണമല്ലോ. അത് എന്താണ് ഇവരുടെയൊക്കെ പ്രതിബദ്ധത, അവരെന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നല്ല കാഷായ വേഷധാരിയാണ്, അസലായിട്ട് കണ്ട നല്ല താടിയും മുടിയൊക്കെ വളർത്തിയിട്ട്, അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു ധാരണ. സന്യാസി എന്നുള്ള ഒരു ധാരണ അങ്ങനെയല്ലേ. അപ്പൊ അദ്ദേഹം കുറെ ഞങ്ങൾ ഭഗവത്ഗീത ഒക്കെ പഠിപ്പിക്കുന്നു. അപ്പൊ ചോദിച്ചൊന്ന് ഭഗവത്ഗീതയിലെ 2 ശ്ലോകം പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോഴാണ് അയാൾ ചോദിച്ചത്, നിങ്ങൾ പോലീസാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്തേ ചോദിച്ചു. അല്ല മാഷെ, എനിക്ക് ഭഗവത്ഗീത ഒന്നും അറിയില്ല, ഞാൻ മാപ്പിളയാണ്. 6 മാസം മീൻ പിടിക്കും, എന്റെ പോക്കറ്റിൽ 6000 റുപ്യ ഉണ്ട്. ഇനി അടുത്ത 6 മാസം ഞാൻ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ട്രെയിനിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. എന്നെ ട്രെയിനിൽ നിന്ന് തള്ളി പുറത്താക്കാണ്ടിരിക്കാൻ ഈ വേഷം എനിക്ക് ഗുണം ചെയ്യും. ഇപ്പൊ ഭാരതീയ സന്യാസ പരമ്പരയില് പെട്ടിട്ടുള്ള ഒരു സന്യാസിയാണെന്ന് ധരിച്ച് അവരെ ബഹുമാനിക്കുന്ന ഏത് ജാതിക്കാരായാലും, അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, ആ ഒരു വേഷത്തിനോട് ഇപ്പോഴും ഒരു ബഹുമാനമുണ്ട്. നമുക്ക് വല്ല ലൈസൻസ് കൊടുക്കാനുള്ള വല്ല മാർഗവും ഉണ്ടോ? ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എവിടുന്നാ ഇത് കിട്ടിയത്, ആരാ ഇത് തന്നത്?
നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ശ്രീനാരായണ ഗുരുവിന്, സ്വാമി വിവേകാനന്ദന് ഒക്കെ അവര് സാധാരണ പരമ്പരയിൽപ്പെട്ടിട്ടുള്ളവരല്ല. എനിക്ക് തോന്നുന്നു ബ്രഹ്മത്തെ അറിയുന്ന ഒരു ലോകത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന, ഭഗവാനോട് തൊട്ടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭഗവത് പാദർ എന്ന് വിളിക്കാൻ പറ്റുന്ന, ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റുന്ന, ഗുരുദേവൻ എന്ന് നമ്മൾ വിളിക്കുന്ന, ഗുരു എന്ന് മാത്രമല്ല വിളിക്കുക, സന്യാസി എന്നല്ല വിളിക്കുന്നത്, ഗുരുദേവൻ എന്ന് തന്നെ. അങ്ങനെ വിളിക്കണമെങ്കിൽ അവർക്ക് ഇതൊന്നും ബാധകമല്ല. ഇപ്പൊ IPS കാരന് യൂണിഫോം വേണ്ട എന്ന് പറയുന്ന പോലെയാണ്. സാധാരണ പോലീസിന് യൂണിഫോം ഇല്ലാണ്ട് ഓഫീസിൽ പോകാൻ പറ്റില്ല, പക്ഷെ IPS കിട്ടിയാൽ യൂണിഫോം ഇല്ലാണ്ട് ഓഫീസിൽ പോകാം. ഞാനും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതാണ്, പക്ഷെ ഇതുവരെ യൂണിഫോം ഇട്ടിട്ടില്ല. എപ്പോഴെങ്കിലും പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുമ്പോൾ മാത്രമേ ഡ്രസ് കോഡൊക്കെ ഉള്ളൂ. ഇനി ആ സമയത്തും ഡ്രസ് കോഡ് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പം പലപ്പോഴും നമ്മൾ ധരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നിന്ന് പൊളിച്ചെഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും കഴിവുറ്റ ഒരു ഗുരു ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗുരുദേവൻ ശിഷ്യന്മാരായി ചേർത്തിട്ടുള്ളവരുടെ ലിസ്റ്റ് നോക്കണം. ഒരാള് സ്വാമി ധർമ്മതീർത്ഥർ എന്ന് പറയുന്ന ഒരാള്, അയാൾ അഡ്വക്കേറ്റ് പരമേശ്വര മേനോനാണ്. അത് തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ട് മാറുന്നത്. പക്ഷെ കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം SNDP ഒക്കെ വന്ന് പുതിയ ജനറേഷനൊക്കെ വന്ന് സ്വാമിയൊക്കെ പോയി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-10 കൊല്ലം, 2036 വരെ കണ്ടാണ്, 26-ലാണെന്ന് തോന്നുന്നു, ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കിട്ടിയത്. അധിക കാലം ഉണ്ടായിരുന്നില്ല സന്യാസിയായിട്ട് കൂടെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ അദ്ദേഹം മാറി, വിട്ടുപോയി, പല സ്ഥലത്തും പരിവ്രാജകനായി യാത്ര ചെയ്ത്, അതൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേര് സ്വാമി ജോൺ ധർമ്മതീർത്ഥർ എന്നാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 2 പള്ളികളിലെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിലാണ് പള്ളിക്ക് പേരിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തെവിടെയും പള്ളിക്ക്, ക്രിസ്ത്യൻ പള്ളിക്ക് ഒരാളുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോ ശ്രീനാരായണ ഗുരുവിന് പറ്റിയ തെറ്റാണോ അല്ല നന്മയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആനി ബെസന്റ് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരാളായിരുന്നു ഏണസ്റ്റ് കിർക്ക് എന്ന് പറയുന്ന ഒരാൾ. കൃത്യമായിട്ട് പേര് ചിലപ്പോ മാറിപ്പോവേ. ഈ ഏണസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു, ERNEST, ഏണസ്റ്റ് കിർക്ക് എന്നാണ് പേര്. ഏണസ്റ്റ് ക്രിക്കിന്റെ സന്യാസ ദീക്ഷ കൊടുത്തതിലുള്ള ഒരു തമാശയുണ്ട്, അതറിയോന്ന് അറിയില്ല. സന്യാസ ദീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ദീക്ഷ കൊടുക്കാനുള്ള ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, അവർക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാക്കി, രാവിലെ 10 മണിക്ക് ഗുരുദേവൻ തന്നെയാണ് എല്ലാവർക്കും കാഷായ വേഷം കൊടുക്കുക. പക്ഷെ ഗുരുദേവൻ ആരോടോ പറഞ്ഞു, ഈ ഏണസ്റ്റ് കിർക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന് നമ്മൾ മുണ്ടും ഈ ഡ്രസ്സൊന്നും ഇടിപ്പിക്കണ്ട, അയാൾക്ക് ടൈയും കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടാ മതിയെന്ന്. എന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഏണസ്റ്റ് കിർക്കിന് പോലും വണ്ടറടിച്ചു പോയി. ഇങ്ങനെയാണോ അദ്ദേഹം? എനിക്ക് തോന്നുന്നു അദ്ദേഹവും ശ്രീനാരായണ ഗുരുവിനെ വിട്ടുപോയി. വേറെ അവരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും തുടങ്ങിയിട്ടുള്ള എല്ലാ ആശ്രമങ്ങൾക്കും പേരിട്ടിരിക്കുന്നത് നാരായണ ഗുരുകുലമെന്നോ അല്ലെങ്കിൽ നാരായണന്റെ പേരിലാണ്. അപ്പൊ സ്വാമിയോട് ബഹുമാനമുണ്ട്, ആ പ്രസ്ഥാനത്തോട് ബഹുമാനം തോന്നിയിട്ടില്ല. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിലും സ്വാമിയോടുള്ള ബഹുമാനത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പോലും നടരാജ ഗുരുവിന്റെ ശിഷ്യരിൽപ്പെട്ടിട്ടുള്ള വേറൊരു വെസ്റ്റേണർ കണ്ട സമയത്ത് ബാംഗ്ലൂര് ഞാൻ MG റോഡിന് തൊട്ടടുത്തായിരുന്നു എന്റെ റിസർച്ച് സെന്റർ. അപ്പൊ എന്റെ എല്ലാ ദിവസത്തെയും ഈവനിങ് യാത്ര എവിടെയാണ്. ആദ്യത്തെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലൈഫ് മാഗസീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കഥയൊക്കെ ഞാൻ 89-ലാണ് പഠിക്കുന്നത്. അന്ന് ഞാൻ കേട്ടിട്ടുള്ള പേരാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, ഏണസ്റ്റ് കിർക്ക്. അപ്പൊ അദ്ദേഹത്തിന് അന്നും ബഹുമാനിച്ചിരുന്നത് ആനി ബെസന്റിന്റെ ആളായിട്ടോ ഒന്നുമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടാണ്. അദ്ദേഹവും അന്നും പല പ്രോഗ്രാമിനും പോകുന്ന സമയത്ത് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ മൈസൂർ പാലസിൽ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുന്ന ഒരു ദസറ പ്രോഗ്രാമിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന ടൈ ശ്രീനാരായണ ഗുരു കൊടുത്തു. ആ ഡ്രസ്സ് ചിലപ്പം ഫിറ്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ ടൈ ഫിറ്റ് ആവുമല്ലോ. എന്നിട്ട് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു ഇത് ശ്രീനാരായണ ഗുരു തന്നതാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു സങ്കല്പത്തില് വളരെ റവല്യൂഷണറി തോട്ട് പ്രോസസ്സില് സന്യാസത്തിന്റെ ഡ്രസ്സിലല്ല പ്രാധാന്യം. ഞാനും നിക്ക് എന്ന് പറയുന്ന പ്രീസ്റ്റും അമേരിക്കയിൽ ചർച്ചിൽ ഞങ്ങൾ സൺഡേ കൂടെ ജോയിൻ ചെയ്തിട്ട് സൺഡേയുടെ ഒരു സെറിമൺ നടത്തുന്ന സമയത്ത്
ഞാൻ കൊടുത്ത ഷാൾ ഇട്ടിട്ടാണ് നിക്ക് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രീസ്റ്റിന്റെ ഡ്രസ് ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ആ പ്രീസ്റ്റിന്റെ ഡ്രസ്സിനെക്കാളും ഞാൻ ബഹുമാനിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നിരിക്കുന്ന ഈ ഷാളിനാണെന്ന് പറഞ്ഞിട്ട് കാശ്മീരി ഷാൾ ഇട്ടിട്ടാണ് അദ്ദേഹം അന്ന് എന്റെ കൂടെ ഇരുന്നിട്ട് സർവീസ് ഞങ്ങൾ കൂടിയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന ഈ റിലീജിയസ് പ്രാക്ടീസുകൾക്കൊക്കെ മുകളിലാണ്. നടരാജഗുരുവിന്റെ എക്സാമ്പിൾ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് കാരണം നടരാജഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള യതിയുടെ ശിഷ്യന്മാരൊക്കെയാണ് എൻ്റെ കൂടെയൊക്കെ കുറെ കാലം ഉണ്ടായിരുന്ന ജോസഫും ഷൗക്കത്തും ഒക്കെ. അവരൊക്കെ എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ ഭാഗ്യവാൻ എന്നാണ് ഞാൻ കരുതുക. കാരണം ആ കാലഘട്ടങ്ങളിലൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിലും ശ്രീനാരായണ ഗുരു തൊട്ടിട്ടുള്ള, നടരാജ ഗുരു തൊട്ടിട്ടുള്ള, യതി തൊട്ടിട്ടുള്ള ഷൗക്കത്തും ജോസഫും 2 പേരാണ്. യതി മരിക്കുന്ന സമയത്ത് കാലിലും തലയിലും ഇരിക്കുന്നത് ജോസഫും ഷൗക്കത്തും ആണെന്ന് മനസ്സിലാക്കണം. ഷൗക്കത്താണ് യതി ചരിതം എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ധരിക്കുന്ന ഒരു ഹിന്ദു ആവണമെന്നില്ല. സന്യാസി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിനെ കുറിച്ച് ഒരു ബന്ധവുമില്ല. സന്യാസിനി എന്ന വാക്ക് തന്നെ തെറ്റാണെന്ന്. സന്യാസിനി ഇല്ല, കാരണം അവർക്ക് ജെൻഡർ പോലും ഇല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും നമ്മൾ നോക്കരുത് എന്നാണ്. അപ്പൊ ആ അവസ്ഥയില് ആണോ പെണ്ണോ എന്ന് പറയുന്ന 2 തരം പോലും വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ അതാണ് സന്യാസമെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൽ ഏറ്റവും രസകരമായ വേറൊരു കാര്യം, ഇവർക്കൊക്കെ വേണ്ട ഗുണങ്ങളില് ഞാൻ ഈ ബുക്ക് മാറ്റി വെക്കാം, ആവശ്യമില്ല. അതില് ഏറ്റവും അടുത്ത് കുറെ കാലം കൂടെ ജീവിച്ചിരുന്നത് കുമാരനാശാനാണ്. ആ കുമാരനാശാൻ അറിയപ്പെട്ടിരുന്നത് തന്നെ ചിന്നസ്വാമി എന്നാണ്. അദ്ദേഹത്തിന്റെ ഇത് പെരിയസ്വാമി ആണെങ്കിൽ ഇത് ചിന്നസ്വാമി. അങ്ങനെ ഉണ്ടായിരുന്ന കുമാരനാശാനാണ് SNDP തുടങ്ങിയ അതിന്റെ ഈ അഡ്വക്കേറ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിന്റെയൊക്കെ റൂളൊക്കെ എഴുതാൻ, അല്ലാണ്ട് ഇതിന്റെയൊക്കെ മെമ്മോറാണ്ടോ റൂളോ എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ഒന്നും എഴുതാൻ ശ്രീനാരായണ ഗുരുവിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ എഴുതിപ്പെട്ടിട്ടുള്ളതൊക്കെ ഇവരുടെയൊക്കെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഡോക്ടർ പൽപ്പുവിന് വലിയൊരു സ്ഥാനമുണ്ട്. കുമാരനാശാൻ അതിനേക്കാളും കൂടുതൽ സ്ഥാനമുണ്ട്. പൽപ്പുവിനെ സ്വാമി വിവേകാനന്ദൻ അഡ്വൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. പലർക്കും അത് ഇഷ്ടമല്ല അങ്ങനെ കേൾക്കാൻ. കുമാരനാശാൻ തുടങ്ങിയിട്ടുള്ള വിവേകാനന്ദം എന്ന് പറയുന്ന ആ പേര് മാറ്റിയിട്ടുണ്ട്. കാരണം വിവേകൻ എന്ന് പറയുന്ന വാക്കേ പാടില്ല. ആനന്ദവും വിവേകവും ഉണ്ടാവുമ്പോഴാണ് ഒരു സന്യാസിയാവുന്നത്. വിവേകാനന്ദൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. വിവേകവും വേണം, ആനന്ദവും വേണം. ആ രണ്ടും വേണ്ട എന്ന് വെച്ചിട്ട് മാറ്റിയിരിക്കുന്ന മാഗസിന്റെ പേരൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. കാരണം കുമാരനാശാൻ തുടങ്ങിയ മാഗസിൻ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം, അതിനിപ്പോ വേറെ എന്താ ചെയ്യാൻ പറ്റുക. ആ ചിന്നസ്വാമിക്ക് സന്യാസ ദീക്ഷ കൊടുത്തിരുന്നില്ല. എന്തേ ഗുരു കൊടുക്കാതിരുന്നത് എന്ന് പലപ്പോഴും ഞാൻ സംശയത്തോടു കൂടി കുറേ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെ വരെ അരിയന്നം തിന്ന ഇന്ന് മുതൽ നീ ഗോതമ്പം ആഹാരമാക്കിയല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കുമാരനാശാനോട് വിവാഹം കഴിക്കുമ്പോൾ. അപ്പോ സന്യാസ ദീക്ഷ കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കുമാരനാശാന്റെ ജീവിതം, എങ്ങനെയായിരുന്നു എന്ന് ചിലപ്പം ഗുരുവിന് തന്നെ ആ ദീർഘദൃഷ്ടി ഉണ്ടല്ലോ. ചില കാര്യങ്ങൾക്ക് എന്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത്, അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജക തത്ര ദുർലഭ. അമന്ത്രമക്ഷരം നാസ്തി, ഓരോ അക്ഷരവും നല്ല അക്ഷരങ്ങളാണ്. പക്ഷെ അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ചിലപ്പോൾ തെറിയാവും, അല്ലെങ്കിൽ നല്ല വാക്കുകളാവും. പട്ടി നല്ല ജീവിയാണ്, കുട്ടിയും നല്ല ജീവിയാണ്. മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ നല്ല സ്നേഹത്തോട് വിളിക്കാം. പക്ഷെ ദേഷ്യം വരുമ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ തെറി പറയുക. അപ്പോ പലപ്പോഴും യോജക, ആ യോജിപ്പിക്കുമ്പോഴാണ് നല്ല കവിതകൾ ഉണ്ടാവുന്നത്. അത് യോജിപ്പിക്കുമ്പോഴാണ് വളരെ മോശം വാക്കുവാകുന്നത്. ഇത് നന്നായിട്ട് യോജിപ്പിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഏറ്റവും നല്ല ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും സന്യാസ ദീക്ഷ കൊടുത്തിട്ട് ബ്രിട്ടനിൽ വന്നിട്ടുള്ള ഒരാൾക്കും കൊടുത്തു, വേറെ പല ജാതികളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴും ചിന്നസ്വാമിയെ മാത്രം സ്വാമിയാക്കി മാറ്റാതിരുന്നതിന് കാരണം അതിലെന്തോ ഒരു ചിഹ്നത്തരം അവിടെ ഉണ്ടെന്നുള്ള ഒന്നാണ്. ചിഹ്ന എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ചിഹ്നത്തരം ഉള്ളത് കൊണ്ടാവാം ചിലപ്പം
കൊടുക്കാതിരുന്നത് എന്ന് നമ്മൾ സംശയിക്കണം. ശരിയാണോ തെറ്റാന്ന് പറഞ്ഞില്ല, ഇപ്പൊ തോന്നുന്നത് പറയുന്ന. അപ്പൊ പലപ്പോഴും അത് വളരെ കൃത്യമായിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വരെ അരിയാഹാരം ഇനി ഇന്നു മുതൽ ഗോതമ്പാഹാരാക്കിയല്ലേ നീ എന്നർത്ഥം. അപ്പൊ വളരെ കൃത്യമായിട്ട്, അതായത് ആ ഒരു ത്രികാല ജ്ഞാനം ഉണ്ടെന്ന് തന്നെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ, ഓരോ പ്രവൃത്തികൾക്കും. ഇനി അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങേക്ക് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. കാര്യം സൈക്കോതെറാപ്പിയിലും അങ്ങ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഗുരുദേവൻ മരുത്വാമലയിലൊക്കെ തപസ്സിരിക്കുന്ന സമയത്ത് അവിടെ മൃഗങ്ങൾക്കൊപ്പം, അതായത് വന്യമൃഗങ്ങൾക്കൊപ്പം ഇരിക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ടെന്നും ഇരുവശത്തും പുലികളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഇദ്ദേഹം ഒരു അത്ഭുത സിദ്ധനാണ് എന്ന് അവിടുത്തെ വനവാസികൾ അറിയുകയും ഇവര് ചെന്നിട്ട് നാട്ടുകാരോട് അറിയിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ തപസ് ഇരിക്കുന്നിടത്തോട്ട് ജനങ്ങൾ എത്തി തുടങ്ങുകയും ചെയ്തു എന്നൊരു നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിലെല്ലാം. അങ്ങയോട് ചോദിക്കാനുള്ള, എങ്ങനെയാണ് ഒരു മനുഷ്യ മനസ്സിന് മൃഗങ്ങളെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ഫിനോമിനൻ? ഒരു മനഃശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും അങ്ങയുടെ ഒരു വീക്ഷണത്തിലായിരിക്കും ഇതിനൊരു ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം തരാൻ സാധിക്കും. കാരണം ഭാരതീയ മനഃശാസ്ത്രത്തിൽ മാത്രമേ നമുക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആധുനിക മനഃശാസ്ത്രത്തിൽ അത്തരം ഒരു നിർവചനം അത് പഠിച്ചവർക്ക് തരാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ നമുക്ക് ഭാരതത്തിൽ അത്തരം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതീയ തത്വചിന്തയിൽ ഊന്നിക്കൊണ്ട് മനഃശാസ്ത്രപരവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു വിശദീകരണം അതിന് ചോദിക്കുകയാണ്. ലക്ഷ്മിജി, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ ഗുരു മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതിയുടെ ഗുരുവായിട്ടുള്ള സ്വാമി രാമ, അദ്ദേഹത്തിന്റെ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന പുസ്തകം വായിക്കണം. ഞാൻ അതൊന്നും വായിക്കാൻ വേണ്ടി വായിച്ച ആളല്ല കേട്ടോ. ആലപ്പുഴയുള്ള എൻ്റെ ഒരു സുഹൃത്ത്, കുറേ പ്രഭാഷണങ്ങൾ ഞാൻ നടത്തുന്ന സമയത്ത് എത്ര ദൂരമായാലും ഓട്ടോറിക്ഷ എടുത്തിട്ട് അന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരും. എവിടെയായാലും 10-35 കിലോമീറ്റർ ഒക്കെ, അന്ന് ഇന്നത്തെ പോലെ ഒന്നും ഇല്ല. അദ്ദേഹമാണ് എനിക്കൊരു പുസ്തകം തരുന്നത്, ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. അപ്പൊ ഞാൻ എന്തിനാ ഇത് വായിക്കണമെന്നൊക്കെ എനിക്ക് യാതൊരു രൂപമില്ല. ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സ്വാമിയാണ്. അത് വായിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് എനിക്കൊരു ഇമെയിൽ വരുന്നത് സ്വാമി വേദഭാരതിയുടെ. എൻ്റെ ഗുരു സ്വാമി രാമ, അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ തന്നെ. ഞാനൊരു കോൺഫറൻസ് നടത്താൻ പ്ലാൻ ഉണ്ട്. ആ കോൺഫറൻസിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ടാണ്. എന്നെ കുറിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആധ്യാത്മികമായ താല്പര്യമൊക്കെ ഉണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇനി മുതൽ ഹിമാലയത്തിൽ എൻ്റെ കൂടെ വന്ന് ഋഷികേശിൽ എൻ്റെ ആശ്രമത്തിൽ താമസിക്കാൻ പറ്റുമോ സ്ഥിരമായിട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 30 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയന്റിസ്റ്റ് ആണ്. റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതിന് വരാം. അങ്ങനെയാണ് ഞാൻ മറുപടി എഴുതിയത്. സത്യം പറഞ്ഞ അങ്ങനെ എഴുതിയത്. രാമന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തെ നേരിട്ട് കാണണം. അങ്ങനെ കണ്ടു. അദ്ദേഹം പല സ്ഥലത്തും പോയിട്ട് 17 ഭാഷകളിൽ പ്രഭാഷണം നടത്തുമായിരുന്നു. ഇദ്ദേഹത്തിന് ആ ഭാഷകളൊന്നും അറിയില്ലെങ്കിലും ആര് സംസാരിച്ചാലും ആ ഭാഷയിൽ തിരിച്ചു പറയാൻ പറ്റും. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി 17 മണിക്കൂറൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് അരമണിക്കൂർ ചെന്നൈയിൽ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ ശ്ലോകം ചെല്ലുമ്പോൾ, അന്നൊക്കെ KPCയുടെ കൂടെ പോയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു രംഗമായതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ്. അദ്ദേഹം ഞങ്ങളുടെ നടത്തിയിട്ടുള്ള ഒരു പെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നടത്തിയ സമയത്ത് ഒരു ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻ വന്നിട്ട് ഹിന്ദുസ്ഥാനി പാട്ടുകൾ പാടും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള സംഭവം. ആ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ല എഴുതിയത്, സെക്കൻഡ് ലൈൻ ഇങ്ങനെയല്ല എഴുതിയത്. ഈ ഹിന്ദുസ്ഥാനി പാട്ട് എഴുതിയത് ഇദ്ദേഹേ അല്ല, വേറെ ആരുടെയോ അഫ്ഗാനിസ്ഥാനിലെ ഒരു സൂഫി സന്യാസി എഴുതിയിട്ടുള്ള പാട്ട് പാടുമ്പോ മ്യൂസിഷ്യനോട് പറയാണ്, സ്റ്റോപ്പ്, ഞാൻ ഇങ്ങനെയല്ല എഴുതിയത്, അത് തിരിച്ചിങ്ങനെ എഴുതി പാടാൻ പറയും. ഞങ്ങൾ 100-400 പല രാജ്യങ്ങളിൽ നിന്ന്, 98 രാജ്യങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് ധൈര്യത്തിലാണ് ഇത് പറയണമെന്ന് അറിയോ? ആ പാട്ടുകാരൻ ഉടനെ മാറ്റിപ്പാടിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു വേർഷനും കൂടി ഉണ്ട്. ഈ പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, അത് നേരിട്ട് കണ്ടത് ഞാൻ ആ കാലത്താണ്.
2008, 2009 കാലങ്ങളിലാണ് ഞാൻ കാണുന്നത്. ഇനി ഇത് പോസിബിൾ ആണ്. അത് ശങ്കരാചാര്യർക്കും പോസിബിൾ ആയിരുന്നു. ശങ്കരാചാര്യർ എങ്ങനെയാണ് ഇവിടെ നിന്നും കൈലാസത്തിലേക്ക് പോയത് എന്ന് പറയുമ്പോഴാണ് അണിമാഹ മഹിമാ ചൈവ ലഘിമാ ഗരിമാതത ഈഷിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാശ്യമേവച്ച. അത്തരം കഴിവുകൾ ഉണ്ടായിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു. കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ കുറെ എക്സാമ്പിൾസ് എന്റെ ഗുരു ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഇനി തിരിച്ചൊരു ചോദ്യം, ധ്യാനം അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന സ്വാമി ചുറ്റും മൃഗങ്ങൾ വന്ന അറിയോ? അദ്ദേഹം ഒരു ചെടിയുടെ രൂപത്തിൽ ജീവൻ മാത്രമുള്ള, ഒരു സെൻസും വർക്ക് ചെയ്യാത്ത, ദഹനവും ശ്വാസവും മാത്രം മിനിമം നടക്കുന്ന, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 2 സംഭവങ്ങളെ നടക്കുള്ളൂ, ഒന്ന് ശ്വാസവും ഒന്ന് ദഹനവും. റെസ്പിറേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും വർക്ക് ചെയ്യാണ്ട് രക്ഷയില്ല. ഇത് രണ്ടും മാത്രം വർക്ക് ചെയ്യുന്ന, ഇന്ദ്രിയങ്ങളൊക്കെ ഷട്ട് ഡൗൺ ആണ്, പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലാണ് ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാര്. അപ്പൊ ലക്ഷ്മി ചോദിച്ച ചോദ്യം ഇപ്പൊ തിരിച്ചു ചോദിക്കണ്ടേ? ചുറ്റും എന്ത് ജീവി വന്നാലും അറിയാത്തൊരവസ്ഥയിലല്ലേ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ ആർക്കാണ് വിവരം? ഈ വരുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും 126 കോടി നടക്കാനും ഓടാനും പറക്കാനും ഒക്കെ സാധിക്കുന്ന, എഴയാനും ഒക്കെ സാധിക്കുന്ന ജീവികൾക്കൊക്കെ ഉള്ള ഒരു ഗുണമുണ്ട്, ബാക്കി ജീവികളെ മനസ്സിലാക്കാനുള്ള കഴിവ്. എന്തുകൊണ്ടാണ് ബാക്കി ജീവികളൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് നമ്മളെ ഉപദ്രവിക്കും എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിക്കും എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ നമ്മൾ അവരാൽ ഉപദ്രവിക്കപ്പെടും എന്നുള്ളൊരു ഭയം എന്നിലുണ്ടാവുമ്പോൾ, അത് മണത്തറിയാനുള്ള ഒരു കഴിവുണ്ടാവുമ്പോഴാണ് അവര് നമ്മുടെ മേൽ ചാടുന്നത്. അതില്ലാത്തൊരാൾക്ക്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റുന്നത്? അയാൾക്ക് ആ ഭയം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളെന്താ മുമ്പിൽ എന്താ പാമ്പ് ചീറ്റി വരുന്നത്? നമുക്ക് പാമ്പിനെ ഭയം ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാ പട്ടിയെ തൊടുന്ന സമയത്ത് പട്ടി കടിക്കുന്നത്? നമ്മൾ പേടിച്ചിട്ടാണ് തൊടുന്നത്. പട്ടിയെ സ്നേഹത്തോടു കൂടി തൊട്ടാലോ? ഇത് നമുക്കല്ല ആ പട്ടിയെയും പൂച്ചയെയും ഒക്കെ ഭയം, ആ പട്ടിക്കും പൂച്ചക്കും നമ്മളെയും ഭയമുണ്ട്. അപ്പൊ ആ ഭയം നമ്മളിൽ വരുമ്പോ, ഞാൻ ഒരാളുടെ ശത്രുവാന്ന് തോന്നുന്നത്, ശത്രുബുദ്ധിർ വിനാശായ എന്ന് ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ഞാൻ ഒരാൾ ശത്രുവാണെന്ന് ധരിക്കുന്ന എന്റെ ബുദ്ധി ഇല്ലാണ്ടായാൽ ഞാൻ നേച്ചറിന്റെ ഭാഗമായി. അങ്ങനെ ഭഗവാന്മാർക്കും ഭഗവതിമാർക്കും ശിവന്റെ വീട് തന്നെ ഒരു സൂ ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, 2002 എനിക്ക് തോന്നുന്നു തൃശ്ശൂർ നടത്തിയ പ്രഭാഷണത്തിലാണ് ഞാൻ പറഞ്ഞത്. ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു, മൂത്ത മകനും ചെറിയ മകനും തമ്മിൽ എപ്പോഴും അടിയാണ്, കാരണം ഞാൻ ഒരാൾക്ക് കാർ കൊടുത്തു, മറ്റേയാൾക്ക് ബൈക്കേ കൊടുത്തിട്ടുള്ളൂ, അവനിപ്പോ ബൈക്കിനും പകരം കാർ വേണമെന്ന് പറഞ്ഞിട്ട് അടി കൂടാണെന്ന്. ഞാൻ പറഞ്ഞു, ശിവനെ നോക്കിയാൽ മതി, വീട്ടിൽ പടമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒരാൾക്ക് മയിലും മറ്റേയാൾക്ക് പിന്നെ എലിയുമാണ് കൊടുത്തത്, എന്നിട്ട് അച്ഛൻ ഉപയോഗിക്കുന്നത് കാളയാണ്, അമ്മ ഉപയോഗിക്കുന്നത് പിന്നെ സിംഹമാണോ ടൈഗറാണോ? കാരണം ഷേർ എന്നുള്ള ഹിന്ദി വാക്കാണ്. അപ്പൊ ഷേറിന് 2 അർത്ഥമുണ്ട്, നരിയും പുലിയും ഒക്കെ അതേ ഗ്രൂപ്പ് പെട്ടിട്ടുള്ളതാണ്. നമ്മൾ വരക്കുന്ന പടത്തിൽ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സൂ കൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് ശിവന് സാധിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെയൊക്കെ കംപ്ലൈന്റ് ഒക്കെ നോക്കാനുള്ള സമയമുണ്ട് ഭഗവാന്. ഡൈവേഴ്സ് ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഡൈവേഴ്സ് പേപ്പറും പോകണം. ഇത് രണ്ടും ഒരേപോലെ സാങ്ഷൻ ആക്കി വിടാനുള്ള പണിയും ഉണ്ട് ഭഗവാന്. ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന ഭഗവാനെക്കാളും കഷ്ടപ്പാട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്തിനാ പൂജിക്കുന്നത്? ഈ കൺസെപ്റ്റ് നമ്മളിൽ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും ഒരു ജീവികളും ലോകത്ത് ബാക്കി ഒരു ജീവിക്കും ദോഷം ചെയ്യാറില്ല. ആകെ ദോഷം ചെയ്യുന്ന ഒരു ജീവി മാത്രമേ തൈഹി ക്ഷീണിച്ച് അവസാനം ബ്രഹ്മാവ് ഉണ്ടാക്കി കുറച്ച് തലയിൽ കനമുള്ള ഒരു വ്യക്തിയെ. ആ ഒരു വ്യക്തി അല്ലാതെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്നാണ്, മനുഷ്യന്റെ രൂപത്തിൽ നടക്കുന്ന ഒരു മൃഗമാണ്. അത് യഥാർത്ഥ മൃഗത്തിന്റെ രൂപം കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതല്ലാതെ കളിക്കും തമാശക്കും വേണ്ടിയിട്ട് 2 പട്ടികൾ കടികൂടുന്നതാണ്. പക്ഷെ അവരൊന്നും അതൊക്കെ കഴിഞ്ഞാലും സന്തോഷത്തോടു കൂടി പോകും. നമ്മള് ഈ കാശിയിലൊക്കെ വണ്ടി ഓടിക്കണം, ഞാനൊക്കെ ഓടിച്ചിട്ടുണ്ട്. കാശിയിലൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, ഒരു വണ്ടി പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് പോകുന്ന റിക്ഷ നമ്മുടെ കാറിൽ നല്ല സ്ക്രാച്ച് ഉണ്ടാക്കും. അട്ടിപ്പ വീഴുന്നുള്ള പോലെ ശണ്ട കൂടും. ഈ പട്ടികൾ ശണ്ട കൂടുന്ന പോലെ ശണ്ട കൂടും. അത് കഴിഞ്ഞ് അവസാനം പറയും, ഹേ ബൈ ചലോയാ ചോടുന്നു.
ഒരു പ്രശ്നമില്ലാണ്ട് വിട്ടുപോകും. അത് അത്രയും സമയം കാണിച്ചിട്ടുള്ളത് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ക്ഷോഭം കൊണ്ടാണ്. അതൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ഏത് വ്യക്തിക്കും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എങ്ങനെ സ്ഥിതപ്രജ്ഞസ്യകാ ഭാഷ, സ്ഥിതപ്രജ്ഞനെ പോലെ എങ്ങനെ സംസാരിക്കാന്നെങ്കിലും പഠിപ്പിക്കുമെന്നാണ്. പ്രിറ്റൻഡ് ടു ബി ലൈക്ക് എ സ്ഥിതപ്രജ്ഞ. സ്ഥിതപ്രജ്ഞ ആവാനൊന്നും പറ്റില്ല എന്ന് അർജുൻ ഉറപ്പായി. അപ്പൊ പറയുന്നത് ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ സ്ഥിതതീർമുനിരുച്യതേതാണ്. അത് ഉണ്ടാവില്ല എന്നല്ല, അതിനെ നമുക്ക് ഒന്ന് കൺഫൈൻ ചെയ്തിട്ട് അധികം വേവ്സ് ഇല്ലാതെ, അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ, അധികം കുഴിയും മലയൊന്നും ഇല്ലാതെ ഒന്ന് ഒതുക്കി കൊണ്ടുപോകാൻ സാധിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അത് എത്രത്തോളം ഒതുക്കി കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകാൻ പറ്റുന്നവരാണ് മഹാഗുരുക്കന്മാർ. അപ്പൊ അവർക്ക് ഒരു ജീവിയും പ്രശ്നമില്ല. വളരെ 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 സയന്റിഫിക് ആയിട്ട്, അതായത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിശദീകരണമാണ് അങ്ങ് തന്നത്. ആ ഒരു എനർജി ആണ് മൃഗങ്ങൾ സെൻസ് ചെയ്യുന്നത് അല്ലെ? ഒരു ഞാൻ മലബാറിലാണ്. മലബാറിൽ ഞങ്ങളുടെ വെസ്റ്റേൺ ഗാർഡ്സിലാണ്. വെസ്റ്റേൺ ഗാർഡ്സിൽ എന്റെ അച്ഛനൊക്കെ കൃഷിക്ക് പോകുമ്പോൾ കുറെ കൂടി ഉയരത്തിൽ ഒരു മലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണും. അവിടെയൊക്കെ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ കൃഷിക്കാരനാണ്. ആ പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെറുതാകുമ്പോ പറയും, ആ കാട്ടിൽ കയറുമ്പോ സൂക്ഷിക്കണം, ചെടി വന്നിട്ട് നമ്മളെ കുത്തും. അങ്കരപ്പാട് എന്ന് പറഞ്ഞൊരു ചെടിയാണ്, അതുണ്ടാവുമ്പോ സൂക്ഷിക്കണം എന്ന് പറയും. നമ്മൾ കാണാറില്ലേ ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന സാധനം? ആ ജീവി നമ്മൾ അടുത്തെത്തുമ്പോഴത്തേക്കും അതിന് ആ രൂപം ഉണ്ടാവും. ഓരോ ചെടികളുടെയും സ്വഭാവം എന്ന് പറയുന്നത്, നമ്മളിൽ നെഗറ്റീവ് എനർജി ഉണ്ടായാൽ അത് നെഗറ്റീവായിട്ട് ചെടികളെ ബാധിക്കും. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ഓഫീസ് ഞാൻ വിട്ടതിന് ശേഷവും എന്റെ ഓഫീസിലാണ് ഡയറക്ടർ കയറിയിരുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഇരുന്ന റൂമിലേക്ക് ഡയറക്ടർ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ 8 ഫീറ്റുള്ള ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോയുടെ താഴത്ത് 2 ഫീറ്റില് ഒരു സ്റ്റൂള് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ചെടിച്ചട്ടി വെച്ചിട്ട് അതിൽ ഞാൻ തുളസി നട്ടിരുന്നു. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ ചെയ്യണമെന്ന്. ഞാൻ തുളസിയോട് സംസാരിക്കാന്ന്. നമസ്തുളസി കല്യാണി നമസ്തേ കൃത സാക്ഷിണി എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചൊല്ലി ആ ചെടിയുടെ പടം എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഇലയുടെ വലുപ്പം എന്ന് പറയുന്നത് സാധാരണ കാണാത്ത വലുപ്പമാണ്. ആ തുളസി വളർന്നത് 10.5 ഫീറ്റാണ്. എന്തുകൊണ്ടാണ് ഡയറക്ടർ മാറി അവിടെ ഇരുന്നതെന്ന് വെച്ചാൽ, അത് ജനലിന്റെ മുകളില് വളർന്നിട്ട് അത് അവിടുന്ന് താഴത്തേക്ക് ചുറ്റി ആ ജനല് ഫുൾ നിറഞ്ഞിരിക്കുന്ന തുളസി എനിക്ക് വളർത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഒരു ചെടിയോട് സംസാരിക്കുന്നോ, എത്രത്തോളം സ്നേഹം കാണിക്കുന്നോ, അത്രത്തോളം അത് വളരും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സാക്ഷി ഞാൻ മാത്രമല്ല, പല വിസിറ്റേഴ്സും ഓഫീസ് കാണാൻ വരുമ്പോ എന്റെ റൂം കാണാൻ വരുന്നത് എന്നെ കാണാനോ റൂം കാണാനോ അല്ല, ആ തുളസി കാണാനായിരുന്നു. വളരെ ഒരു പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കേൾക്കാൻ സാധിച്ചത് തന്നെ വലിയ പുണ്യം. ഇത് പറയുമ്പോൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയില് സ്വാമി പരമഹംസ യോഗാനന്ദ ജഗദീഷ് ചന്ദ്ര ബോസ് പ്ലാന്റിന്റെ ഒരു എക്സാമ്പിള് വിവരിക്കുന്ന ഒരു അധ്യായം ഉള്ളത് ഓർത്തു പോവുകയാണ്. അങ്ങേ പോലെ ഒരു ശാസ്ത്രജ്ഞൻ അത് വിശദമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങേക്ക് അത് ശാസ്ത്രം അറിയുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ സാധിച്ചു എന്നും അത് ഞങ്ങളോട് പങ്കുവെക്കാൻ കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ പുണ്യമായിട്ട് കരുതുകയാണ്. വളരെ മനോഹരമായിട്ട് കുറെ രസകരമായ സംഭവങ്ങളുണ്ട്. ഞാൻ അടുത്ത കാലത്തിട്ടൊരു വീഡിയോ ആണ്, പണ്ട് സതീഷ് മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം സംസാരിച്ചു. ഞാനും കൊട്ടാരത്തിൽ നിന്ന് കൂടെ താമസിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ എന്റെ ബാൽക്കണിയിലെ, എന്റെ വീടല്ല, ഒരാൾ എനിക്ക് ഓൾമോസ്റ്റ് ഫ്രീ പോലെ തന്നിട്ടുള്ളൊരു വീടാണ്. 3-4 റൂമുകളുണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. 2000 രൂപയും കണ്ടാണ് ഞാൻ വാടക കൊടുത്തത്. പേരിന് കൊടുത്തതാണ്, ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ചാർജ് മാത്രം. അവിടെ ബാൽക്കണിയിൽ കുറച്ച് ചീരയും സാമ്പാർ ചീരയൊക്കെ ഉണ്ടല്ലോ, എളുപ്പം വളരുന്ന ചില ചെടികളൊക്കെ ഞാൻ ചട്ടിയിൽ വളർത്തിയിരുന്നു. അവിടെ അണ്ണാർക്കണ്ണൻ വന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കും. ഈ ഇലകളാണ് അണ്ണാർക്കണ്ണൻ കഴിക്കുക. ഇതറിയാതെ കൊട്ടാരത്തിൽ തന്നെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി സാമ്പാർ ചീര പറിച്ചിട്ടൊരു സബ്ജി ഉണ്ടാക്കി. അന്ന് മമ്മൂട്ടി ഇസ്ത്രി ഇടുന്നൊരു ഇസ്ത്രിക്കാരന്റെ വേഷമുള്ളൊരു സിനിമ ഊണ് കഴിച്ചുകൊണ്ട് ഞാൻ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് കാണുന്നത്. ബാൽക്കണി കടന്ന് ഹാളിൽ വന്ന് ഡൈനിങ് ഹാൾ കഴിഞ്ഞ് ഇടനാടി വഴി കിച്ചണിലേക്ക് പോകുന്ന ലെഫ്റ്റിലേക്കും നേരെ പോയാൽ ഞങ്ങളുടെ ബെഡ്റൂമാണ്. ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പ്ലേറ്റില് ഈ അണ്ണാർക്കണ്ണൻ വന്ന് എന്റെ കൈവഴി കയറി മൂക്കിനൊരു കൊത്തും കുത്തിയിട്ട് ഓട്ടോ ഓടിയിട്ടുണ്ട്. നീ എന്തേ എന്റെ ചീര പറിച്ചത് എന്ന് ചോദിക്കുന്ന, അത് ഞാൻ ഒരു
സിമുലേഷനോട് കൂടി ഡയഗ്രമാറ്റിക് ആയിട്ട് എന്റെ സ്ക്യൂറൽ ഡോക്ടർ TPS അടിച്ച എന്റെ യൂട്യൂബിൽ ആയിട്ടുണ്ട് അതിന്റെ കഥ. അന്ന് സതീഷ് മേനോൻ എന്തോ പറഞ്ഞ സമയത്ത് ഇതേ ചോദ്യം ചോദിച്ച സമയത്ത് ഒരു ഡിസ്കഷനിൽ കുറച്ചു വർഷം മുമ്പ് ആ കോവിഡ് കാലത്ത് ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്യണ്ടായി. അപ്പൊ നമ്മള് ഓരോ ജീവിക്കും ഇത്തരം അറിവുകളുണ്ട് എന്ന്, അത് അദൃശ്യമായിട്ടുള്ള സംഭവമൊന്നും അല്ല. അത് എല്ലാവർക്കും കാണാൻ പറ്റുമോ, എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പറയാറില്ലേ അങ്ങനെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അന്ധമായത് കൊണ്ട് തെറ്റൊന്നുമില്ല. അത് നമുക്ക് ഗുണം ഭവിക്കുമ്പോൾ നമ്മളിൽ അത് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ആ അന്ധത നമ്മളിൽ നിന്ന് മാറുമെന്ന് മാത്രം, അത്രേ പറയാൻ പറ്റും. അനുഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ പിടിച്ചു നിർത്തുകയാണ്. അയ്യോ, അത് വലിയ 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 അനുഭവങ്ങളാണ്. കാരണം അങ്ങ് എക്സ്പീരിയൻസ് ചെയ്താണല്ലോ ഈ സംസാരിക്കുന്നത്, അല്ലാതെ ഒരു സെക്കൻഡറി നോളജ് അല്ല, ഒരു പ്രൈമറി നോളജ് ആണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. അത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അത് അനുഭവത്തില് ഒരു സന്യാസി എന്ന തലത്തിൽ, ഞാൻ പറയുന്ന ബാഹ്യമായിട്ടല്ല, മാനസികമായിട്ടൊരു സന്യാസിയും ആത്മീയ ആചാര്യനും അതുപോലെ തന്നെ ശാസ്ത്രത്തിലും ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. എന്തായിരുന്നാലും ഈ ഒരു വിവരണം കുറെ കാലമായി തേടിയിരുന്ന ഒന്നാണ് ഗുരുദേവനും അതുപോലെ തന്നെയുള്ള ആത്മീയ ആചാര്യന്മാർക്കിടയിൽ എങ്ങനെയാണ് മൃഗങ്ങൾ ഇത്ര ശാന്തമായിട്ടിരിക്കുന്നത് എന്നുള്ളതിനുള്ള മനഃശാസ്ത്രപരവും ശാസ്ത്രീയവുമായിട്ടുള്ള ഉത്തരമാണ് അങ്ങ് തന്നത്. നമ്മൾ സൈക്കോളജിയിൽ പറയാറുണ്ട് എനർജി ഇൻ മോഷൻ ഇസ് ഇമോഷൻ. അപ്പം ആ ഒരു എനർജി എങ്ങനെയാണ് അവിടെ ചലിക്കുന്നത് എന്നുള്ളത് അങ്ങ് വ്യക്തമാക്കി തന്നു. മറ്റൊന്ന്, ഗുരുദേവൻ എപ്പോഴും ഹിന്ദു ധർമ്മത്തിൽ പെട്ടതല്ല എന്ന് പറയുന്ന അതേ വ്യക്തികൾ തന്നെയാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടല്ല എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്ന്. എന്നാൽ അദ്വൈതത്തിന്റെ ഏറ്റവും വലിയ വക്താവ്, എങ്ങനെയാണോ ആദിശങ്കരൻ അദ്വൈതം സ്ഥാപിച്ചത് അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയല്ലായിരുന്നോ ഗുരുദേവൻ ചെയ്തത്? അതിനുള്ള ഉദാഹരണങ്ങളല്ലേ അദ്ദേഹത്തിന്റെ ബ്രഹ്മവിദ്യാ പഞ്ചകമായാലും അദ്വൈത ദീപികയായാലും ചിജ്ജട ചിന്തനമായാലും ആത്മോപദേശ ശതകമായാലും എല്ലാം. എനിക്ക് തോന്നുന്നു ഗുരുദേവൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണം, ഇന്ന് ഞാൻ രാവിലെ എനിക്കുണ്ടായിരുന്ന ക്ലാസ് സംസ്കൃതം യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിലെ മൈൻഡ് മാനേജ്മെന്റ് എന്നൊരു ക്ലാസ് ഇന്ന് രാവിലെ കഴിഞ്ഞു. നാളെയുണ്ട് അതിന്റെ ബാക്കി 2 ദിവസങ്ങളിലായിട്ടാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്. 150ഓളം ടീച്ചേഴ്സ് കർണാടക മുതൽ കാശ്മീർ വരെയുള്ളവരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നു തോന്നുന്നില്ല, കാരണം ആരും റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നോയിഡയിലുള്ള സെന്ററാണ് അത്. സ്ഥിരമായിട്ട് ഞാൻ ക്ലാസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ കോഴ്സ് നടക്കുന്നുണ്ട്, റിഫ്രഷർ കോഴ്സ് നടക്കുന്നതുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ എന്നോട് നിർവികാര കൽപ്പം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവരൊക്കെ വേദാന്തം പഠിപ്പിക്കുന്ന സംസ്കൃതം യൂണിവേഴ്സിറ്റികളിൽ, കർണാടക സംസ്കൃതം യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു മാഷാണ് അത് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജും ഉണ്ടായിരുന്നു. അപ്പം നമ്മള് ഒരു രൂപം കൊടുത്തിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടല്ലോ, അത് സങ്കല്പമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. നമ്മുടെ ഉള്ളിലൊക്കെ, ഹൃദയത്തിന്റെ ഉള്ളിൽ തുറന്നാൽ നമ്മൾ ബ്രഹ്മാവിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബ്രഹ്മം അറിയുന്ന ഒരു ദേവനായിട്ടാണ് ഗുരുദേവനെ കാണുന്നത്. അത് ബ്രഹ്മദേവൻ എന്ന് തന്നെ എനിക്ക് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ്. ഗുരുദേവൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ബ്രഹ്മദേവനാണെന്നാണ് പറയാം. ഏറ്റവും ക്രിയേറ്റീവായിട്ട് ബ്രഹ്മത്തെ റീഡിഫൈൻ ചെയ്യാൻ ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളത് അതുപോലെ പ്രാബല്യത്തിൽ വരുത്തുന്ന ക്ഷേത്രങ്ങളാണ് എല്ലാം പണിതിരിക്കുന്നത്. അതിനെ പൊളിച്ചടുക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സങ്കല്പം ബ്രഹ്മസങ്കല്പമാണ്. ആ ബ്രഹ്മസങ്കല്പം എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവാണ്. ആ ക്രിയേറ്റീവായിട്ടുള്ള ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതിയാണ് ശാരദ. ഗുരുദേവന്റെ സ്ഥാനം എന്ന് പറയുന്നത് ശാരദാ മഠം തന്നെയാണ്. അപ്പൊ ബ്രഹ്മാവിനെയും ശാരദയെയും, വിദ്യാഭ്യാസം നല്ലപോലെ വേണം. വിദ്യാഭ്യാസം മാത്രം പോരാ, വളരെ ക്രിയേറ്റീവ് ആവണം. അത് പൊതുസ്ഥലങ്ങളിലായാലും സമൂഹത്തിലായാലും വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്യാസ ദീക്ഷ കൊടുക്കുമ്പോഴൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അതുവരെ എല്ലാവരും സാഫ്രൺ ആയിരുന്നെങ്കിൽ അത് വേണ്ട, മഞ്ഞൾ മതി. മഞ്ഞൾ മുക്കിയിട്ട് തന്നെ വേണം, മഞ്ഞ കളറല്ല. അത് ഹൈലി നോൺ ബാക്ടീരിയൽ, നോൺ ഫംഗസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മഞ്ഞളാണ് മുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ എന്തൊരു ചിന്തയാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ സാധാരണഗതിയിൽ സാഫ്രൺ ആണ് വേണ്ടത് എന്നുള്ളതിനെ നമ്മൾ വെള്ള വസ്ത്രം എടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് മഞ്ഞയാക്കിയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത ലോകത്തിൽ എവിടെയെങ്കിലും ഒരു സ്വാമിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അത് ഗുരുദേവന്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ബ്രഹ്മാവല്ലാതെ വേറെ ആരാ ഉണ്ടായിട്ടുണ്ടാവുക? അപ്പോ ആ ബ്രഹ്മഗുരുവിനെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഓരോ കവിതകളിലും ഓരോ കഥകളിലും അദ്ദേഹം ശിവസൂക്തം എഴുതിയാലും ആരെക്കുറിച്ച് എഴുതിയാലും ഓരോ ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ പോലും ശിവന്റെ പേരുകള് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെ? സുന്ദരേശ്വരൻ എന്ന് പറയുന്ന സമയത്ത്, ഞാൻ കണ്ണൂരുകാരനാണ്, സുന്ദരേശ്വരൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ സങ്കല്പത്തിനും വ്യത്യസ്തമായ ധാരണകൾ, പര്യായങ്ങൾ, അത് വേറെ ആൾക്കാർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ഒരേ ശിവക്ഷേത്രം എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ നനദുർഗ ഉണ്ടാവും, അല്ലെങ്കിൽ വനദുർഗ ഉണ്ടാവും. റൂഫില്ലാത്തപ്പോ നനദുർഗയായി, കുറെ കാടുള്ളപ്പോ വനദുർഗയായി, അത്ര ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അതല്ലാതെ ഒരു കണ്ണാടി വെച്ചാ മതി, അല്ലെങ്കിൽ വെറും ചിന്തകൾ വെച്ചാ മതി എന്ന് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ സംഭവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഓരോ കൃതികളും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളറകളിലൊക്കെ നമ്മളെ ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറയും. ഞാൻ ആ പ്രയർ സ്ഥിരമായിട്ട് രണ്ടു വർഷം കേൾക്കണ്ട, രാവിലെ മുതൽ ഇതന്നെയല്ലേ, തുടങ്ങുമ്പോ തന്നെ അതാണ്. കൈവിടാതെ അങ്ങ് എന്നെ, നീ നാവികനാണ് എന്നാണ്. ജീവിതമാകുന്ന സാഗരത്തില് എന്നെ കൊണ്ടു നടക്കുന്ന അങ്ങ് എന്ന് പറയുമ്പോൾ ഇതേ സങ്കല്പമാണ് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തില്. ആ നാവികനാണ്. ആ നാവികന്റെ വേഷം എന്ന് പറയുന്നത് അത് കൃഷ്ണനായാലും വേറെ എന്തു രൂപമായാലും എന്ത് രസകരമായിട്ട് എഴുതിയിരിക്കുന്ന ആലോചിച്ചു. എന്റെ ഉള്ള അർത്ഥങ്ങളിലേക്ക് പോകുമ്പോ എനിക്ക് തോന്നുന്നില്ല ശ്രീനാരായണ ഗുരുവിന്റെ ദേവദശകം എന്ന് പറയുന്ന കൃതി മാത്രം നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം ഡിസ്ക്രൈബ് ചെയ്താലും തീരാത്ത അന്തരാർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. പല മതസാരവും ഏകമെന്നു, എന്താ ആലോചിച്ചു കേട്ടെ, പല മതങ്ങളിലുള്ള സാരം ഏകമാണെന്ന് മനസ്സിലാക്കുന്ന ആ ഏകമാണ് ബ്രഹ്മത്വം. അത് നേച്ചറാണ്. കൃതയുഗത്തില്, നമ്മുടെ ആദ്യത്തെ യുഗം കൃതയുഗമാണല്ലോ, ആ കൃതയുഗത്തില് നേച്ചർ മാത്രമാണ് നമ്മുടെ ഭഗവാന്മാര്. അത് കഴിഞ്ഞു വന്നപ്പോഴാണ് രണ്ട് സമൂഹങ്ങൾ തമ്മിൽ അടികൂടുന്ന, രാമനും രാവണനും എന്ന് പറയുന്ന രണ്ട് സമൂഹങ്ങൾ അടികൂടുന്ന ഒരു കാലാണ്. അതും കഴിഞ്ഞിട്ടാണ് കസിൻ ബ്രദേഴ്സ് അടികൂടുന്നത്. കുടുംബത്തിലേക്കായി പ്രശ്നം, സമൂഹത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് കയറി. ഈ കലികാലത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സമൂഹത്തിലുമല്ല കുടുംബത്തിലുമല്ല, അവനവന്റെ ഉള്ളിലാണ് പ്രശ്നം. അപ്പൊ ആ ഉള്ളറയിലേക്ക് കയറണമെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഒന്നായി കാണാൻ സാധിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള എന്തോ ഒരു പോരായ്മ. ഈ പ്രപഞ്ചത്തെ ഒന്നായി കാണാൻ സാധിക്കാത്തത് എന്റെ കണ്ണ് കാണുന്നതല്ല എന്റെ മൂക്ക് ആസ്വദിക്കുന്നത്, എന്റെ മൂക്ക് ആസ്വദിക്കുന്നതല്ല എന്റെ കയ്യും തൊക്കും ഒക്കെ ആസ്വദിക്കുന്നത്. ആ വ്യത്യസ്തമായ കോൺഫ്ലിക്റ്റുകളും കോൺട്രഡിക്ഷൻസും എന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന എന്റെ ഇന്ദ്രിയങ്ങളെ എനിക്ക് സ്വാംശീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അതാണ് ഗുരു പറഞ്ഞിട്ടുള്ള പൊരുൾ, അർത്ഥം, ദൃക്, കണ്ണ്, അറിവ്, നോട്ടം, എവിടെയൊക്കെയാ തൊട്ടിരിക്കുന്നതെന്നറിയോ? അല്ലേ? ആ കവിത ചൊല്ലുന്ന സമയത്ത് അത് അർത്ഥം ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവും. ഒന്നൊന്നായി തൊട്ട് എണ്ണി, എന്തൊക്കെയാ എണ്ണുന്നത്? എന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ കണ്ണുകൊണ്ടെണ്ണാം, നമ്മൾ കേൾവി കൊണ്ടെണ്ണാം. അതിന്റെ പൊരുള് എന്താണെന്ന് അറിയുമ്പോഴാണ് എന്റെ ദൃക്ക് എന്റെ ഉള്ളിലേക്ക് എനിക്ക് സ്പന്ദമായിട്ട് മാറുന്നത്. ആ സ്പന്ദനം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ സ്പന്ദനം. ആ പ്രകൃതിയെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഗുരുവിന്റെ എല്ലാ ദർശനങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു ദർശനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സുദർശനം എന്ന് പറയുന്ന കൃഷ്ണന്റെ കാലത്തിന് ശേഷം എനിക്കൊന്ന് ശങ്കരാചാര്യർ പോലും ദർശനം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല വാക്കുകൾ. ആ ദർശനം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗുരു തന്നെയാണ്. ദർശനമാലയായിട്ട് തന്നെ. ദർശനമാലയായാലും ഞാൻ വാക്കുകളൊക്കെ പറയുന്നത്, കൃതികളുടെ പേര് പറയേണ്ട കാര്യമില്ല, അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് ഇവൻ എന്തോ പറയുന്നു എന്ന് ആലോചിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ KG ക്ലാസ് അല്ലല്ലോ പറയുന്നത്. അപ്പൊ കുറച്ചെങ്കിലും അറിയുന്നവർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ എവിടെയൊക്കെയാണ് എന്താണെന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടാവും. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഹോംവർക്ക് നടത്തട്ടെ, അതായിരിക്കും നല്ലത്. കാരണം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോകണം, അതാണ് എനിക്കിഷ്ടവും.
ഓക്കെ, ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് വലിയ താല്പര്യമില്ലാത്തതിന് കാരണം എന്താ വെച്ചാല്, ആലോചിച്ചു ശിവനെ കുറിച്ച് 13 കീർത്തനങ്ങളാണ്. ശക്തിയെക്കുറിച്ച് എത്ര എഴുതിയിട്ടുണ്ടെന്ന് ആലോചിച്ചു. ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ മഹത്തരമായിട്ടുള്ള ഓരോ സംഭവങ്ങളും എഴുതാനും അതിനെക്കുറിച്ച് വർണ്ണിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും. അത് ആരെയാ പഠിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. മഹാപണ്ഡിതന്മാരെ അല്ല പഠിപ്പിച്ച് നടന്നിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ അടിയുണ്ടായത് എന്തിനാ ഇങ്ങനെ വെറുതെ നാണു, അങ്ങനെയാണല്ലോ വിളിക്കുക, ആ അവരുടെയൊക്കെ ഇടയിൽ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, കുറച്ചും കൂടി ഹയർ. ഇപ്പം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും നോക്കിയാൽ ചട്ടമ്പി സ്വാമി കുറെ ഹയറിലും ശ്രീനാരായണ ഗുരു ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ടാഗോറും മഹാത്മാഗാന്ധിയും അതുപോലെയാണ്. ടാഗോർ എപ്പോഴും വളരെ ഹയർ ഗ്രേഡിലും മഹാത്മാഗാന്ധി വളരെ ലോവർ ഗ്രേഡിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് തൊടാനൊക്കെ തോന്നും. മറ്റേ അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്ത് പോകാൻ തോന്നില്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനൊക്കെ തൊട്ടാലൊന്നും നമുക്ക് വിഷമം ഉണ്ടാവില്ല. ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് ഉണ്ടായിരുന്ന, അത് പലരും പരിഹസിച്ചിട്ട് പറയാറുണ്ട്. നാണു എന്നുള്ള പേര് പറയുമ്പോ ഞാൻ നാണു തന്നെയാണ്, ന അണു എന്നാണ്, ഞാൻ അത്ര ചെറുതല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കുറെ തമാശകൾ ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ വളരെ നല്ല തമാശകൾ ഗുരുദേവനെ കുറിച്ച് പറയാറുണ്ട്. ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്ത് ഈഴവന്മാര തീയന്മാരെന്നാണ് പറയാ. ലക്ഷ്മിക്ക് അറിയാമെന്ന് പറയും, തീയന്മാരാണെന്ന് പറയാം. അപ്പം നടന്ന സംഭവമായാലും കഥയായാലും കണ്ണൂർ വന്ന സമയത്ത് മുസ്ലിംസും ക്രിസ്ത്യൻസും സവർണ ഹിന്ദു ആൾക്കാരും സാധാരണ തീയന്മാരും ഒക്കെ കൂടിയിരുന്നൊരു, ഒരു മതം എന്നാണല്ലോ പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്തോ ആയിക്കോട്ടെ. അപ്പൊ അത് ഏത് ജാതിയാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കണത്? ക്രിസ്ത്യന്മാര് ചോദിച്ചു, ഹിന്ദുക്കൾ ചോദിച്ചു, സവർണന്മാര് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന ജാതി ഏത് ജാതിയാണ്, അത് തീയനാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞത് നിങ്ങളെല്ലാം തീയന്മാരാണ്. ഞാൻ തീയതൊന്നല്ല, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയും. അല്ല, നമ്മുടെ ഭാഷയില് ക്രിസ്ത്യാനിക്ക് നമ്മൾ എന്താ പറയാ? ക്രിസ്തീയൻ എന്നാണ് പറയാ. അപ്പൊ നീയും തീയനാണോ ക്രിസ്തീയനാണോ? ആണ്. മാപ്പിള മുസ്ലിം എന്നൊന്നും അല്ല പറയാം, മുഹമ്മദീയൻ എന്നാണ് പറയാ. അപ്പൊ മുഹമ്മദിയനും തീയനാണ്, മുഹമ്മദിയനും തീയനാണ്, ക്രിസ്തീയനും തീയനാണ്. അപ്പൊ സവർണന്മാരോ? നിങ്ങൾ ഭാരതീയന്മാരാണ്, അവരും തീയന്മാരാ, എല്ലാ ഭാരതീയരും തീയന്മാരാണ്. അതുകൊണ്ട് തമാശയായിട്ട് കരുതിയാൽ മതി കേട്ടോ. ഇതിനെ പറ്റി ക്രിറ്റിസിസം. ഗുരുദേവന്റെ സെൻസ് ഓഫ് ഹ്യൂമർ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഒരുപാട് തമാശകള് സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചിരിക്കാതെയാ പറയാ, വളരെ സീരിയസ് ആയിട്ട്. പറഞ്ഞില്ല, ജഗന്നാഥ ക്ഷേത്രം പണിത സമയത്ത് ഈ ഏറ്റവും വലിയൊരു തമാശ എന്താ വെച്ചാല്, നമ്മുടെ ഈ ജാതി സമ്പ്രദായം എന്ന് പറയുന്നതിന് ഹയർ ലോവർ എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹയർ ഗ്രേഡും ഏറ്റവും ലോവർ ഗ്രേഡും ഒരിക്കലും അടികൂടാറില്ല. ഹയർന്ന് താഴത്തേക്ക് വന്നിട്ടും മോളിന്ന് താഴത്തേക്കും വന്ന് ഈ ഇടയിലുള്ള ബൗണ്ടറിയിലാണ് എപ്പോഴും അടി ഉണ്ടാവുക എന്ന് പറയാറ്. അപ്പോ അതുണ്ടായിരുന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങൾ പണിതത് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സവർണന്മാർക്കൊക്കെ അവിടെ അകത്ത് കയറാം. ജഗന്നാഥ ക്ഷേത്രമായാലും സുന്ദരേശ്വര ക്ഷേത്രമായാലും എവിടെയായാലും ആർക്കും കയറാം. പക്ഷെ അതിൽ താഴെയുള്ളവരെ കയറാൻ പറ്റുമോ എന്നുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി എല്ലാവരും ശ്രീനാരായണ ഗുരുവിന്റെ അത്രയും ഔന്നിത്യത്തിലെത്താൻ എല്ലാ ശിഷ്യന്മാർക്കും കമ്മിറ്റി മെമ്പേഴ്സിനും ട്രസ്റ്റ് മെമ്പേഴ്സിനും സാധിക്കണം എന്നില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞത്, ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ ഗുരു പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, നമുക്ക് തുറന്നു കൊടുക്കാല്ലേ. ഇപ്പൊ എന്തോ ഒരു വർഷം കഴിഞ്ഞു, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. മഴയാണ്. അപ്പൊ ഒരു വർഷം, ഇന്നലെ അസല് വർഷം ഉണ്ടായിരുന്നു, അപ്പൊ ഒരു വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ എന്ത് രസകരമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ എത്രയോ അത്തരം സ്വഭാവങ്ങൾ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് എത്രയോ അത്തരം സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ല അതല്ലെങ്കിൽ ഇപ്പം ഇത്തരം ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് ടാഗോറും മഹാത്മാഗാന്ധിയും ഒന്നും വരില്ലല്ലോ. ഇന്നത്തെ കാലം പോലെയല്ല ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് 2 മണിക്കൂർ കൊണ്ട് വരാൻ പറ്റുന്ന ദൂരമല്ലല്ലോ. കൽക്കട്ടയിൽ നിന്നും ഒക്കെ വന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ, അവര് തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മഹാത്മാഗാന്ധി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴാണ് തോന്നുന്നു ഗുരുദേവൻ പറഞ്ഞത്, ചെറിയൊരു ഇന്റർപ്രറ്റർ വേണം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇന്റർപ്രറ്റർ അങ്ങോട്ടും വേണം, സംസ്കൃതം അറിയുന്ന ഒരാളെയും കൂടി വിളിച്ചോന്ന് പറഞ്ഞു.
അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് മഹാത്മാഗാന്ധിക്ക് സംസ്കൃതം അറിയില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എന്ത് രസകരം. അത് വളരെ കാഷ്വൽ ആയിട്ടാണ് പറയുക. എനിക്ക് തോന്നുന്നു ഇതേ സ്വഭാവം തന്നെ ആ നടരാജഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള യതിക്കും ഇതേ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. പല പ്രഭാഷണങ്ങളിലും പല യതിയുടെയൊക്കെ യാത്ര എന്ന് പറയുന്ന വിവരണം വായിക്കുമ്പോൾ കംപ്ലീറ്റ് തമാശകളാണ്. ഒരു സ്വാമിക്ക് എങ്ങനെ ഇങ്ങനെ തമാശ പറയാൻ പറ്റും എന്നുള്ളതാണ്. സ്വാമിയായ വളരെ സീരിയസ് ആവണം എന്നുള്ള ഒരു ധാരണ, അങ്ങനെയൊന്നും അർത്ഥമൊന്നുമില്ലല്ലോ. ആ പോയിന്റിൽ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. കാരണം അങ്ങ് വളരെയധികം പൊട്ടിച്ചിരിക്കുന്ന എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആത്മീയ ആചാര്യന്മാരിലെല്ലാം അത് കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കാൻ പാടില്ല, അതിന്റെ ഗൗരവം ചോരും എന്നൊക്കെയുള്ള പല കമന്റുകളും കാണാറുണ്ട്. ഇവിടെയാണ് ഗുരുദേവന്റെ ക്രിയേറ്റിവിറ്റി, സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ അങ്ങ് എടുത്തു പറയുന്നത്. പ്രത്യേകിച്ചും ഗുരു നിത്യചൈതന്യയുടെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് ഫ്ലൈറ്റിൽ ഇരുന്ന എയർ ഹോസ്റ്റസ്മാരെ സുന്ദരിമാരെ നോക്കാതിരിക്കുന്നതും അപ്പൊ അടുത്തിട്ട് കളിയാക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതായത് അവരിത്രയും ഒരു എന്തുകൊണ്ടാണ് തെറ്റെന്താണ് അതില് അവരങ്ങനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാനല്ലേ നിൽക്കുന്ന, അപ്പൊ വളരെ രസകരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ കുറിച്ചുകൂടി ഇവിടെ ഗുരുദേവനെ ഉദാഹരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു സന്യാസി സമൂഹം എന്തൊക്കെയാണ് ഇതുപോലെ ക്രിയേറ്റീവായിട്ട് പകർത്തേണ്ടത്? അങ്ങയുടെ ഒരു ഭാവനയില് എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയില്, ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസില് നമ്മുടെ സന്യാസി സമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്? നമ്മള് ഇപ്പം കുറെ ഡിഫറെന്റ് ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞിട്ടൊക്കെയാണല്ലോ. ഇപ്പൊ എന്റെ ഗുരു പറയാറുണ്ട് പലപ്പോഴും, ഞാൻ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഡിന്നറിന് ഇരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ TPS ആ ഇരിക്കുന്ന ആൾ, ഒരു സാഫ്രൻ സ്വാമി വേറൊരാൾ ഇരിക്കണ്ടായിരുന്നു, അയാൾക്ക് 10 ആൾക്കാരുണ്ട് കൂടെ, നമ്മളിൽ 3 പേരേ ഉള്ളൂ. എന്താ ഇങ്ങനെ പറയണത്? അല്ല, ഞാൻ പൊതുവെ സ്വാമിമാരുടെ ഒരു സ്വഭാവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സ്വാമിമാർക്കും, എല്ലാ സ്വാമിനിമാർക്കും, എല്ലാ മട്ടുകാർക്കും, ഇപ്പം ഹൈദരാബാദിലൊക്കെ ചില സത്സംഗുകളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ഡ്രസ്സുകൾ, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവർക്ക് പാക്കറ്റിൽ കൊടുക്കുന്ന ലിക്കർ, ഇതൊക്കെ കൊടുത്തിട്ടാണ് ആൾക്കാരെ ഏൽപ്പിക്കുന്നത്. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ കൂടുന്നവരാണ് ഏറ്റവും നല്ല സ്വാമി എന്ന് ധരിക്കുന്ന ഒരു ധാരണയുണ്ടല്ലോ, അല്ലെ? ഞാൻ ഇന്നലെ എങ്ങാണ്ട് ശരിക്കും പറഞ്ഞ വലിയൊരു ഒരു അത്ഭുതമായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ സമയത്ത് രോഹിണി അമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മ, എന്നെക്കാളും പ്രായം കൂടുതലുണ്ട്, അതുകൊണ്ട് എന്റെ അനിയ മോനെ എന്നൊക്കെ വിളിച്ചോണ്ടാണ് സംസാരിച്ചത്. ഒരു മെസ്സേജും അയച്ചു. ആ മെസ്സേജ് ഞാൻ അയച്ചിരുന്നു ലക്ഷ്മിക്ക്. വർക്കലയിൽ നിന്നാണെന്ന് ആലോചിച്ചു. അത് ശ്രീനാരായണ, ഇവരുടെ മുത്തശ്ശൻ ശ്രീനാരായണ ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ആ മെസ്സേജും കോളും കഴിഞ്ഞ ഉടനെയാണ് ലക്ഷ്മി വിളിച്ച് പറയുന്നത് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വരണം. എന്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു സംഭവം. അപ്പൊ അവര് പറയണ്ടായി, നടന്നു പോകുന്ന സമയത്ത് 10 പൈസ, അന്ന് എന്തെങ്കിലും മേടിക്കാൻ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന 10 പൈസ, അത് കിട്ടാത്തപ്പോ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ഭഗവാനെ ഗുരു എനിക്കിന്ന് പൈസ കിട്ടിയില്ലല്ലോ എന്നാല് നേരെ മുന്നിൽ വീണ് കിടക്കണം. അങ്ങനെ അനുഭവമുള്ള ഒരാളാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോ നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ആ 10 പൈസ കിട്ടുമ്പോ പൊട്ടിച്ചിരിക്കണോ അല്ല വളരെ സീരിയസ് ആയിട്ടിരിക്കണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, മനുഷ്യൻ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ തന്നെ ബീയിങ് ഹ്യൂമൻ എന്നാണ്. ആ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്, അതുകൊണ്ടാണല്ലോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വന്നിട്ട് ഉടനെ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് എനിക്ക് ദേഷ്യം പിടിക്കാതിരിക്കുന്നതിലേക്ക് പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. സന്തോഷവും സങ്കടവും ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പലപ്പോഴും ഭാരതീയമായിട്ടുള്ള പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറ്റിയിട്ടുള്ള ഒരു അബദ്ധം, ഭഗവത്ഗീതയിൽ പ്രത്യേകിച്ചും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം, ഡിറ്റാച്ച്ഡ് ആവണം എന്നാണ്. അത് പൊട്ടത്തെറ്റാണ്. ഡിറ്റാച്ച്മെന്റ് അല്ല ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്. ബന്ധനം എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് എന്നാണ്. ഈ പലപ്പോഴും പ്രഭാഷണം നടത്തുന്നവർ പഠിച്ചിട്ടുള്ളത്, എന്റെ ഭാഗ്യം എന്താ വെച്ചാൽ ഞാൻ
ഇംഗ്ലീഷിലല്ല പഠിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യയുടെയും ചിന്മയുടെയും നിത്യചൈതന്യയുടെയും സ്വാധ്യായങ്ങളായാലും ഒക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളത് മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് എന്ത് പൊട്ടത്തരാ എഴുതിയിരിക്കുന്നതെന്ന് അറിയോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഡിറ്റാച്ച്മെന്റ് അല്ല വേണ്ടത്. കൃഷ്ണന് അർജുനനോട് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ എന്തിനാണ് 4 മണിക്കൂർ കാസറ്റ് പ്ലേ ചെയ്തത്? ഭഗവത്ഗീത 4 മണിക്കൂറാണ് കാസറ്റ് നീളം, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ പിന്നെന്തിനാ പാർത്ഥ, കൗന്ദേയ എന്നൊക്കെ വിളിക്കുന്നത്? കുന്തി പുത്ര എന്ന് വിളിക്കുമ്പോ എന്റെ സിസ്റ്ററുടെ മകനെ എന്ന് പറയണമെങ്കിൽ ആ സിസ്റ്ററോട് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടല്ലേ. ഭരത എന്ന് വിളിക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ പുത്രനായതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ഭരതന്റെ പുത്രനാണെന്നുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. സഖേ എന്ന് പറയുന്ന സമയത്ത് ബന്ധമില്ലാത്ത ഒരാളെ സഖേ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ധാരണ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അറ്റാച്ച്മെന്റ് പാടില്ല എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റ് പാടില്ല എന്നല്ല അർത്ഥം. എനിക്ക് ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. എന്നോട് ഇപ്പൊ ഒരാൾ ചോദിച്ചു വിചാരിക്കുന്നു, ഞാൻ ലക്ഷ്മിയുടെ വീട്ടിൽ അവിചാരിതമായിട്ട് വന്നു എന്ന് വിചാരിക്കാം, പേടിക്കണ്ട, വരില്ല, വന്നു എന്ന് വിചാരിക്കാം, ചായ കുടിക്കുമോ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട. അതെന്താ ചായ കുടിക്കില്ലേ? ചായ കുടിക്കും. പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞത്? വേണ്ട. അല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാ തന്നോളൂ. അല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്, എന്നാ വേണ്ട. ഇതെന്ത് ഇയാള് വേണ്ടാന്നും പറയുന്നു വേണമെന്നും പറയുന്നു. ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ചായ കിട്ടിയാലും വിരോധമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ ചായ കുടിച്ചു എന്നുള്ളത് കൊണ്ട് വല്ല തെറ്റുണ്ടോ? തെറ്റില്ല. ചായ ആണോ കാപ്പിയാണോ എന്തായാലും കുഴപ്പമില്ല, കുടിച്ചിട്ടേ പോവാവൂ. അങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ കുടിക്കാൻ തന്നെ പോകും. അങ്ങനെ പലരും പറയാറുണ്ടല്ലോ, മലയാളത്തിൽ പറയുന്ന സംഭവം അല്ലേ. അതെന്താ ചായ കുടിക്കാൻ ഇഷ്ടമല്ലേ? ചായ ഇഷ്ടമാണ്, ഒന്നല്ല രണ്ടോ മൂന്നോ കുടിക്കാലോ. നമ്മള് ആ ഒരു ബോണ്ടേജ് ഉണ്ടാവുമല്ലോ, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ലേ. നിത്യചൈതന്യയുടെ അടുത്ത് വന്നിട്ട് ആണെന്ന് തോന്നുന്നു, ഒരു കഥ എവിടെയോ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം വന്നിട്ടൊരു ഒരു ഒരു പയ്യൻ വന്ന് പറയാണ്, എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഉപേക്ഷിച്ചു പോയി. അയ്യോ കഷ്ടായി കേട്ടോ. അല്ല ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ വേറെ ആരെയും എനിക്ക് കിട്ടില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ, ഞാൻ സൈക്കോതെറാപ്പിയിൽ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു പാട്ട്, പോണാൽ പോകട്ടും പോടാ ഇന്ത ഉലകത്തിൽ வாழ்ந்தവൻ യാരടാ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ. കൃഷ്ണൻ ശരിക്കും അങ്ങനെയായിരുന്നു. ഈ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം കൃഷ്ണൻ പറഞ്ഞത് എന്താ? യഥേച്ഛതി തഥാഗുരു, നീ നിന്റെ പണി എന്താ ചെയ്തു. നീ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ, വിടുകയാണെങ്കിൽ വിടുവോ, കേൾക്കുകയാണെങ്കിൽ കേട്ടോ. ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ എന്റെ കൂടി ചേർന്നാലേ നന്നാവുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുള്ളത് ഡ്രൈവറാണ്. മഹാഭാരത യുദ്ധത്തില് ശ്രീകൃഷ്ണനും അർജുനും കൂടി ചേർന്നാലേ വിജയശ്രീ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇല്ലേ, അന്ധന്റെ ഡ്രൈവറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. നമ്മള് ചിരിക്കേണ്ട ചിരിക്കണം. കൃഷ്ണൻ ചിരിക്കാറില്ലേ? കൃഷ്ണൻ ദേഷ്യപ്പെടാറില്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാവണം. അത് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മനുഷ്യജന്മമായിട്ട് മാറുന്നത്. ഏത് ഭഗവാനാണ് ദേഷ്യപ്പെടാണ്ടുള്ളത്? ഭഗവാൻ പറയും, എല്ലാ ഭഗവാന്മാർക്കും ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, എല്ലാ ഭഗവാന്മാർക്കും അഹങ്കാരം ഉണ്ടായിട്ടുണ്ട്, എല്ലാ ഭഗവാന്മാർക്കും എന്താണ് സീത എന്ന് പറയുന്ന വ്യക്തിയിൽ തന്നെ ചെറിയ രാജസികമായിട്ടുള്ള ഗുണം ഉള്ളത് കൊണ്ടാണല്ലോ ലക്ഷ്മണന്റെ വഴക്ക് പറയുന്നത്. ആ ലക്ഷ്മണനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ കഥയുണ്ടാവില്ലല്ലോ, അല്ലെ? അപ്പൊ എല്ലാത്തിന്റെയും അംശം നമ്മളിലുണ്ട്. 30 മുക്കോടി ദേവന്മാര് എന്ന് പറയുമ്പോൾ 33%. കോടി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ പെർസെന്റേജ് എന്നാണ് അർത്ഥം. ഓക്കെ, 30 മുക്കോടി എന്ന് പറഞ്ഞാൽ 33%, 33.333 വേണമെങ്കിൽ. ആ 33% രാജസികവും താമസികവും സാത്വികവുമായിട്ടുള്ള ഗുണം നമ്മളിലൊക്കെ ഉണ്ട്. അതില് കുറച്ച് കൂട്ടാൻ സാധിച്ചാൽ നമ്മൾ കുറച്ച് ദേവഗുണമുള്ളവരായിട്ട് മാറും. അത് 24 hours നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല. ഇടയ്ക്കൊക്കെ അതില്ലാത്തൊരവസ്ഥ വരും. ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം. പക്ഷെ ഞാൻ ദേഷ്യപ്പെടുമ്പോഴും എന്റെ ബ്ലഡ് പ്രഷർ നോക്കിയാൽ അത് കൂടാതെ എനിക്ക് പറയാൻ പറ്റുമ്പോഴാണ് ഞാൻ യഥാർത്ഥമായ ആത്മീയ പുരുഷനാവുന്നത്. ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്തും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദേഷ്യപ്പെടും. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരും. നമ്മൾ സബോർഡിനേറ്റ്സോട് ദേഷ്യപ്പെട്ട് പറഞ്ഞാലേ ചിലപ്പം അവർ അനുസരിക്കുള്ളൂ.
ഒട്ടനെ തന്നെ അടുത്ത സെന്റൻസ് വരുന്ന സമയത്ത് ഈ വ്യക്തിയോടല്ല, ഈ ചെയ്ത കർമ്മത്തോടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെയും അടുത്ത ചാപ്റ്റർ, ന്യൂ ചാപ്റ്റർ കൻ ഓപ്പൺ. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവാം. വളരെ സയന്റിഫിക് സർ. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, അത്ര മനോഹരമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് സമയം കഴിയുന്നത് കൊണ്ട് അവസാനിപ്പിക്കാം. എന്തായാലും അങ്ങ് പറഞ്ഞു തന്നു ഗുരുദേവൻ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, ക്രിയേറ്റിവിറ്റി, എല്ലാ കാര്യങ്ങളിലും ക്രിയേറ്റീവായിട്ട് റീഡിഫൈൻ ചെയ്ത ഒരു സന്യാസി തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്ന് മാതൃകയാക്കാൻ ഇന്നത്തെ സന്യാസിമാർക്കും ഇനിയുള്ളവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്.